റോമലേഖനം 12 അധ്യായം, 1 കൊരിന്ത്യർ ലേഖനം 12 അധ്യായം, എഫേസ്യ ലേഖനം 1 അധ്യായം കണ്ടു, 2 അധ്യായം കണ്ട്, 5 അധ്യായം കണ്ടു. അപ്പോൾ ഇത്രയും ഒരു ഇമേജസ് മനസ്സിൽ വെക്കുക. ഒന്നാമത്തെ ബോഡി ഓഫ് ക്രൈസ്റ്റ്, രണ്ടാമത്തെ ബിൽഡിംഗ്, മൂന്നാമത്തെ പ്രൈഡ്. ഇനി 4 ഒന്നുകൂടെ നമ്മൾ കണ്ടു. നമ്മൾ ദൈവത്തിൻ്റെ ഒരു തോട്ടം, ഒരു ഫീൽഡാണ്, ദൈവത്തിൻ്റെ ഒരു ഫാമിംഗ് ഫീൽഡാണ് നമ്മൾ. അങ്ങനെ 3-4 ഇമേജുകൾ നമ്മൾ കാണുന്നു. എന്നിട്ട് ഒന്നാമത്തെ ഒരു ഇമേജ്, നമ്മൾ ദൈവത്തിൻ്റെ എന്താണ്? ശരീരം. ഉറക്കെന്ന് പറയാമോ? ദൈവത്തിൻ്റെ ഒന്നുകൂടെ പറഞ്ഞേ ശരീരം എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നത്? അനാട്ടമി പഠിക്കുമ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമുണ്ട്. എല്ലാത്തിനും നിയന്ത്രിക്കുന്ന എന്താ? കേന്ദ്ര ഒരു നടി മുഖമുണ്ട്, ബ്രെയിനകത്ത് ഉണ്ടല്ലോ, ഉണ്ട്. നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഇടത്തെ കൈയെ ഒരു കൊതുക് അടിച്ചു, എന്തോ ചെയ്യും? വലത്തെ കൈ കൊണ്ട് അവത്തെ എന്ത് ചെയ്തു? അടിച്ചു. ഈ വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയെ അടിച്ചത് എന്തുകൊണ്ടാണ്? വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയെ അടിച്ചത് എന്തുകൊണ്ടാണ്? ഇടത്തെ കൈയെ കൊതുക് അടിച്ചുകൊണ്ടല്ല. ഇടത്തെ കൈയെ കൊതുക് അടിച്ചു എന്ന് ആര് സെൻസ് ചെയ്തു? വലത്തെ തല സെൻസ് ചെയ്തു. തല ആരോട് പറഞ്ഞു? കൈയോട് പറഞ്ഞു. കൈ എടുത്ത് പെട്ടെന്ന് ആരെ അടിക്കുക? വലത്തെ കൈ അടിക്കുക. അപ്പോൾ ഈ വലത്തെ കൈ അടിച്ചില്ലെങ്കിൽ ഇടത്തെ കൈ എന്തോ ചെയ്യും? വലത്തെ കൈ അടിച്ചില്ലെങ്കിൽ ഇടത്തെ കൈ എന്തോ ചെയ്യും? നിങ്ങൾ ചിന്തിച്ചാൽ ഇടത്തെ കൈ എന്തോ ചെയ്യും? ഇടത്തെ കൈ ഭിത്തിക്കിട്ടിടിക്കും. കൊതുക് ചാകത്തുമില്ല, കൈ നോവും. കൈ നൊന്താ ഒരു കുഴപ്പമുണ്ട്, ദേഹം മുഴുവൻ നമുക്കങ്ങനെ പ്രശ്നമില്ല. കാലൊതച്ചാൽ തോന്നും ദേഹത്ത് എന്ത് മാത്രമേ ഉള്ളൂ? പല്ലുവേന വന്നാൽ തോന്നും പല്ലല്ലാതെ വേറെ ഒന്നും ഇല്ലെന്ന്. അപ്പം എന്ന് പറയുന്ന പോലെയാണ് ബോഡി ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം ഇടത്തെ കൈയെ കൊതുക് അടിച്ചാൽ തലയറിയും. എന്നിട്ട് ആരോട് പറയും? വലത്തെ കൈയോട് പറയും, വലത്തെ കൈ നീ ആരെ അടിക്ക്? ഇടത്തെ കൈ. അപ്പോൾ ഈ വലത്തെ കൈ അടിച്ചില്ലെങ്കിൽ ആർക്ക് കുഴപ്പം? വലത്തെ കൈക്കും കുഴപ്പം, എല്ലാവർക്കും കുഴപ്പം. ഇപ്പോൾ ഇടത്തെ കൈക്ക് ആരെ വേണം? വലത്തെ കൈ. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ആരാ? തലയാണ്. അപ്പോൾ നമുക്കെപ്പോഴും ആരോട് ബന്ധം വേണം? തലയോട് ബന്ധം. തലയോട് ഒരാളല്ല, എല്ലാവരും ബന്ധപ്പെട്ടിരിക്കണം. അപ്പം തല ആരാണ്? ശിരസ് ആരാണ്? ക്രിസ്തുവാണ്. നമ്മളെല്ലാം ആ ശരീരത്തിൻ്റെ പല അവയവങ്ങളാണ്. ഇങ്ങനെയാണ് എന്ത് ഫങ്ഷൻ ചെയ്യുന്നത്? സഭ ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലേ? ഇങ്ങനെയാണ് സഭ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം സഭ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇനി രണ്ടാമത്തെ ഒരു ഇമേജ് ഒന്ന് പെട്ടെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. രണ്ടാമത്തെ ഇമേജാണ് ബിൽഡിംഗ് എന്ന് പറയും. അതിൻ്റെ അടിസ്ഥാനം ആരാണ്? ക്രിസ്തു. ക്രിസ്തു തന്നെ എന്തായിരിക്കെ? മൂലക്കല്ലായിരിക്കെ. പിന്നെ അടിസ്ഥാനം ഇട്ടു, ഫൗണ്ടേഷൻ. ആരെ? അപ്പോസ്തലന്മാരും പ്രവാചകൻ. മൂലക്കല്ല് കോർണർ സ്റ്റോൺ ആരാണ്? ക്രിസ്തു. ക്രിസ്തു എന്ന കോർണർ സ്റ്റോണിന്മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ദൈവം എന്തിനെ പണിയുന്നു? സഭയെ പണിയുന്നു. അപ്പം സഭ പണിയപ്പെടുമ്പോൾ ദൈവം ഇങ്ങനെ കട്ടകളൊക്കെ വെച്ചാണ് നമ്മളൊരു ബിൽഡിങ് പണി. അതേ ഇമേജാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ കട്ടകളെക്കുറിച്ച് വേദോസ്തത്തിൽ വാക്യമുണ്ട്, ജീവനുള്ള കല്ലുകളെ കൊണ്ട്. നമ്മളെല്ലാവരും ആരാണ്? ജീവനുള്ള കല്ലുകൾ. ഈ കല്ലുകളെ വെച്ചിട്ട് ഇങ്ങനെ പണിയാണ്. അപ്പോൾ ഇതാണ് ഈ ചർച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ ബിൽഡിങ് പണിയുമ്പോൾ ഇങ്ങനെ നല്ല കട്ടകളെല്ലാം വെച്ച് വരുമ്പോൾ ഈ കട്ട ഇറക്കുമ്പോൾ കുറേ കട്ട പൊടിഞ്ഞു പോകും, ഇല്ലേ? കട്ടയെ കണ്ടിട്ടുണ്ടോ? കട്ട ഇറക്കുമ്പോൾ കുറേ കട്ട പൊടിയൊക്കെ ചെയ്യും. അത് പൊടിയുന്ന കട്ട അവിടെ മാറ്റിയിടും. പക്ഷേ ഈ മേസ്ത്രി ഇത് പണിത് വരുമ്പോൾ ചെറിയൊരു വിടവ് വരും. ആ വിടവിൽ ഈ കട്ട എന്തോ ചെയ്യും? നല്ല കട്ട വെട്ടി പൊട്ടിക്കുമോ? പൊടിഞ്ഞ് കിടക്കുന്ന കട്ട എടുക്കുമോ? പൊടിഞ്ഞ് കട്ടകൾ അതിനെ ഷേപ്പ് ചെയ്ത് ഇതിനിടയ്ക്ക് കയറ്റി വെക്കും. അപ്പോൾ എല്ലാ കട്ടയ്ക്കും ഒരു സ്പേസ് ഉള്ള സ്ഥലമാണ് എന്ത്? ബിൽഡിംഗ് എന്ന് പറയാം. ഒരു കട്ട എന്ത് ചെയ്യത്തില്ല? കളയത്തില്ല. അതാണ് ദൈവസഭ. ദൈവസഭയിൽ ആരെയും ദൈവം കളയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ കട്ടയ്ക്കും എവിടെയെങ്കിലും എന്ത് കാണും? സ്പേസ് കാണും. അപ്പോൾ ഈ വല്യച്ചായൻ പറയും, ഞാനിങ്ങനെ നിരന്നിരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് ഇവൻ കയറിയിരിക്കേണ്ടെന്ന് പറഞ്ഞാൽ അതിനും കുഴപ്പമുണ്ട്. മേളത്തെ നില ഭാരം വരുമ്പോൾ ഇടയ്ക്ക് വിടവ് കിടന്നാൽ ഈ കെട്ടിടം എന്ത് ചെയ്തു പോകും? എഴുപ്പവും. അപ്പോൾ ഈ കൊച്ചു കട്ടയ്ക്ക് ഒരു സ്പേസ് ഉള്ള ഒരിടമാണെന്ത്? സഭ. അപ്പോൾ സഭയിൽ ആർക്കൊക്കെ സ്പേസ് ഉണ്ട്? എല്ലാവർക്കും സ്പേസാണ്. പിന്നെ ഈ കൊച്ചു കട്ടയെ നമ്മളിങ്ങനെ ചെത്തുന്ന പരിപാടിയാണ് പാസ്റ്റർമാരുടെ ജോലി. അതാണ് വചനം പ്രസംഗിക്കുമ്പം കുത്തി വെട്ടി എന്നൊക്കെ പറയുന്നത്. ഇതാണ് വെട്ടി എടുത്ത് പൊട്ടിച്ച് അടിച്ച് ഇടിച്ച് പാകപ്പെടുത്തി ഇതിനിടയ്ക്ക് കയറി. അപ്പം നമുക്ക് സങ്കടമായി, ഇന്നത്തെ പ്രസംഗം ആർക്കിട്ട് വെട്ടിയതല്ല. ഈ വെട്ട് കൊണ്ടില്ലെങ്കിൽ ഇതിനിടയ്ക്ക് കയറത്തില്ല. ഇതിനിടയ്ക്ക് കയറിയില്ലെങ്കിൽ നിങ്ങളെന്നും എവിടെ കിടക്കും? വെളിയിൽ കിടക്കും. വെളിയിൽ കിടക്കുന്ന ആ കട്ടയ്ക്ക് ഇടയ്ക്ക് എന്നോട് കട്ടക്കളക്കാരൻ പറഞ്ഞാണ്, സിമെൻറ്റ് കട്ട പണിത് വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കൃത്യം ഏതാണ്ട് ഒരു 50 പൈസ ലാഭമേ ഉള്ളൂ, അല്ലെ 1 രൂപയ്ക്കുള്ളൊന്നും ലാഭം കിട്ടത്തില്ല ഈ കട്ടയ്ക്ക്. അതിനകത്ത് കുറേ കട്ട പൊടിഞ്ഞു പോകുമ്പം അതും ആർക്ക് നഷ്ടം? കടക്കാരന്
നഷ്ടം. അപ്പം പൊടിക്കട്ടം കയറ്റി വിടുന്നത് നഷ്ടം നികത്താൻ വേണ്ടിയാണ്. അപ്പം ഈ പൊടിക്കട്ടയ്ക്ക് ഒരു സ്പേസ് ഉള്ള ഒരു ഇടമാണ് ഇവിടം സഭ. എന്നിട്ട് ഇങ്ങനെ ചർച്ചിങ്ങനെ വെച്ച് പോവുകയാണ്. ബിൽഡിങ് പണിയാണ്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു കട്ട വെച്ചിട്ട് അതിൻ്റെ പുറത്ത് എന്ത് വെക്കും? ചാന്ത് വെക്കും, സിമെൻറ്റ് വെക്കും. അതിൻ്റെ പുറത്ത് മറ്റേ ഒരു കട്ട വെക്കും. അങ്ങനെയാണ് ഈ ചർച്ചിങ്ങനെ അല്ലെങ്കിൽ ബിൽഡിങ് ഇങ്ങനെ പണിത് പോകും. നമ്മുടെ ഒരു പഴയകാല ഒരു നൊസ്റ്റാൾജിക് മെമ്മറി ഇല്ലേ? എറണാകുളംകാട് എനിക്കറിയത്തില്ല, ഞങ്ങൾ ഗ്രാമവാസികൾക്കൊക്കെ സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോൾ ബിസ്ക്കറ്റ് കിട്ടും. ബിസ്ക്കറ്റ് പല വീട്ടിലുമുണ്ട്. വലിയ ബിസ്ക്കറ്റല്ലേ, ഈ പാർലയുടെ ബിസ്ക്കറ്റില്ലേ, അത് വലിയ കവറിനകത്താണോ? ഒരു വലിയ വിലയുണ്ടോ അതിന്? ഇല്ല. പാർലയുടെ ഫാമിലി പാക്കറ്റൊക്കെ ഇഷ്ടം പോലെ. അതിനൊരു ഗുണമുണ്ട്, നമ്മൾ എത്ര എടുത്താലും കുറയുന്ന അറിയത്തില്ല, ഒത്തിരിയുണ്ട്. പിന്നെ എടുത്തിട്ട് എന്തിനകത്ത് മുക്കാം? കാപ്പിക്കകത്തൊക്കെ മുക്കി കഴിക്കുക, ഒരു 5-6 എണ്ണം കഴിക്കുക. അതാണ് വലിയ വിലയുണ്ടോ? പക്ഷേ എല്ലാവരും ഇങ്ങനെ ഇരിക്കും. പക്ഷേ കാലം മുമ്പോട്ട് പോയി പാർല ബിസ്ക്കറ്റിൻ്റെ സ്പേസൊക്കെ പോയിട്ട് ഇന്ന് ഇപ്പം മാളൊക്കെയായി, ഗൾഫുകാരായി. അപ്പം വലിയ ബിസ്ക്കറ്റ് വരാൻ തുടങ്ങി. ആ വലിയ കൂടിയ ബിസ്ക്കറ്റ് വലിയ, അതൊക്കെ വരുന്നത് ഈ പാർല കവറിനകത്താണോ പെട്ടിക്കകത്താണോ? ഡെലീഷ്യസ് ഒക്കെ കണ്ടിട്ട് എന്തിനകത്താണ് വരുന്നത്? ഇരുമ്പ് പെട്ടിക്കകത്താണ്. പക്ഷേ ഇരുമ്പ് പെട്ടിക്ക് 800 രൂപയായിരിക്കും. അതിനകത്ത് 10 എണ്ണേ കാണത്തുള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിന് 80 രൂപ ആയില്ലേ? 80 എങ്ങനെയാണ് തിന്നുന്നത്? അതിൻ്റെ വില കണക്ക് കൂട്ടിയാൽ നമുക്ക് കഴിക്കാൻ ഒക്കത്തില്ല. പക്ഷേ ഈ ഇരുമ്പ് പെട്ടിക്കകത്തിരിക്കുന്ന ഈ ബിസ്ക്കറ്റിൻ്റെ കുഴപ്പമുണ്ട്. ഇത് ഭയങ്കര പാക്കറ്റൊക്കെയാണ്. പക്ഷേ ഇതൊരു 10 വർഷം അതിനകത്ത് ഇരുന്നാലും തമ്മിൽ ഒട്ടത്തില്ല. എല്ലാ ബിസ്ക്കറ്റിനിടയ്ക്ക് എന്തുകൊണ്ട്? പേപ്പറുണ്ട്. അതാണ് ഈ കുഴപ്പം. എല്ലാ ബിസ്ക്കറ്റും പെട്ടിക്കകത്താണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്താ വെച്ചേക്കുക? പേപ്പർ വെച്ചേക്കുക. ഞാൻ ഇത് അമേരിക്ക പ്രസംഗിച്ചപ്പോൾ ഒരു കൊച്ചുണ്ട് പറഞ്ഞു, അച്ഛാ പേപ്പറായിരുന്നു സഹിക്കായിരുന്നു, തെർമോക്കോളൊക്കെ കയറ്റി വെച്ചേക്ക്. അപ്പം ഈ പെട്ടിക്കകത്ത് ഇത് ഒട്ടണമെങ്കിൽ എന്താ മാറ്റണം? പേപ്പർ മാറ്റണം. പാർലെ ബിസ്ക്കറ്റിനകത്ത് കവറിന് കാണാൻ സുഖമില്ലെങ്കിലും വയറ് നിറയുന്ന സാധനമായിരുന്നു അല്ലേ? ഒത്തിരിയുണ്ട്. വലിയ വിലയുണ്ടോ? ഇല്ല. പക്ഷേ എന്ത് പറയും? വയറ് നിറയും. അപ്പം നമ്മൾ ഈ ഇരുമ്പ് പെട്ടിക്കകത്തെ ബിസ്ക്കറ്റ് പോലെ ഇരിക്കണോ പാർലെ ബിസ്ക്കറ്റ് പോലെ ഇരിക്കണം? പാർല. അങ്ങനെ ഇരുമ്പ് പെട്ടിക്കകത്തെ ബിസ്ക്കറ്റിനകത്ത് ഇരിക്കേണ്ടവർ പ്രത്യേകം എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ക്ലബിലൊക്കെ പോവുക. പക്ഷെ അവിടെ ഇത് എനിക്ക് തോന്നുന്നു വേറെ. പക്ഷെ ചർച്ചെന്ന് പറയുമ്പോൾ അത് ഇരുമ്പ് പെട്ടിയല്ല. അങ്ങനെ ഞാൻ പുതിയ തിയോളജി പറഞ്ഞെന്ന് പറയല്ലേ, ചർച്ച് പാർലെ ബിസ്ക്കറ്റാന്ന് പറഞ്ഞത്. ഞാനത് പറഞ്ഞിട്ട് അത് നമുക്ക് ഇടയ്ക്ക് എന്തോ വെക്കരുത്, പേപ്പർ വെക്കരുത്. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ഇടയ്ക്ക് ഈ പേപ്പറുകൾ വെക്കുന്നതാണ് അപകടമാകുന്നത്. ഒരു പെട്ടിക്കകത്താണോ? ആണോ? പക്ഷേ ഇടയ്ക്കെല്ലാം എന്തുണ്ട്? പേപ്പറുണ്ട്. പേപ്പർ ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്യത്തില്ല? ഒട്ടത്തില്ല. അപ്പം ഒട്ടിയില്ലെങ്കിൽ മേളിലോട്ട് ഭാരം വരുമ്പം ഇത് ശരിയാകത്തില്ല. അപ്പം ഒട്ടണമെങ്കിൽ ഇടയ്ക്കൊന്ന് നമ്മളായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്തെടുത്ത് മാറ്റണം? പേപ്പറുകളെല്ലാം മാറ്റണം. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് പേപ്പറുകളെല്ലാം കീറിക്കളയണം. പേപ്പറുകൾ ഇടയ്ക്കില്ലാത്തതാണ് എന്ത്? ദൈവസഭ. അകലങ്ങളില്ലാത്ത ഒന്നാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. കർത്താവിനോട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് അകലങ്ങളെല്ലാം മാറാൻ പ്രാർത്ഥിച്ച്. അകലങ്ങളില്ലാത്ത ഒരു ബിൽഡിങ് പോലെ, അകലങ്ങളില്ലാത്ത ഒരു ബോഡി പോലെ കർത്താവെ ഞങ്ങളുടെ സഭയെ ദൈവം പണിയണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ച്. ഓരോ പ്രാദേശിക സഭകൾക്കും ഭയങ്കര ദൈവപ്രവൃത്തി കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അകലങ്ങളില്ലാത്ത ഒരു കൂട്ടായ്മ എന്ന മർമ്മം വെളിപ്പെട്ടെങ്കിലേ ഈ ഭാരതത്തെ യേശുവിന് വേണ്ടി നേടാനൊക്കത്തുള്ളൂ. എല്ലാവരും അകന്നുപോയ അവനവൻ്റെ ഒരു ലോകമാണ് ഇന്നലത്തെ ലോകം. അവനവൻ്റെ ലോകത്തിൽ അവനവൻ്റെ തുരുത്തിലേക്ക് ഒതുങ്ങിക്കഴിയുന്ന ഒരു സമൂഹത്തെ നേടിയെടുക്കണമെങ്കിൽ അകലങ്ങളില്ലാത്ത ദൈവസഭയുടെ ശരീരമെന്ന വെളിപ്പാടിനകത്തേക്ക് നമ്മൾ കയറി നിൽക്കണം. ദൈവത്തിൻ്റെ ബോഡി ഓഫ് ക്രൈസ്റ്റ് ബിൽഡിങ് എന്ന് പറയുന്ന മർമ്മം കരമുയർത്തി അല്പനേരം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ അകലങ്ങളില്ലാത്ത സഭയ്ക്കിടെ മർമ്മം ഞങ്ങളുടെ അകത്തേക്ക് തരണമേ. അകലങ്ങളില്ലാത്ത ദൈവസഭയുടെ ആഴം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ച് ശബ്ദം. അതിന് നമുക്കെല്ലാം ഒരു റോളുണ്ട്. ആ പേപ്പർ എടുത്ത് കളയേണ്ടത് നമ്മളാണ്. അത് ഈഗോ ആകാം, നമ്മുടെ സ്വാർത്ഥതയാകാം, നമ്മുടെ ആ സെൽഫിഷ്നെസ് ആകാം, നമ്മളെന്നുള്ള ചിന്തയാകാം. അതെല്ലാം മാറിയിട്ട് കർത്താവേ ഞാനായിരിക്കുന്ന ദൈവിക കൂട്ടായ്മയ്ക്കകത്തേക്ക് അതിൻ്റെ അകലങ്ങൾ കുറയ്ക്കുവാൻ എനിക്കെന്താണ് റോളെന്ന് ചോദിച്ച് മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കേണ്ട. വാട്ട് ക്യാൻ ഐ ഡു? എനിക്കെന്ത് ചെയ്യാനൊക്കും? വാട്ട് ക്യാൻ ഐ ഡു? എല്ലാവരും പ്രാർത്ഥിച്ച് ശബ്ദം ഉയർത്തി പരിശുദ്ധാത്മാവിനോടും ചോദിച്ച് വാട്ട് ഈസ് മൈ റോൾ? ഈ ഒരു സിറ്റി
തെറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേന് അത് വീണ്ടും അകലങ്ങളുടെ തുരുത്തുകളാണ്, അപ്പന തുരുത്തുകളാണ്. തുരുത്തുകൾക്കകത്തേക്കാണ് ദൈവസഭയുടെ മർമ്മം അത് വ്യാപരിക്കേണ്ടതിന്. അങ്ങനെ വ്യാപരിക്കണമെങ്കിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ഐക്യതയുടെ ആഴങ്ങൾ കർത്താവെ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചേ, ശബ്ദം ഉയർത്തി. അടുത്തിരിക്കുന്നവർ നമ്മുടെ ശബ്ദം കേൾക്കട്ടെ, ആ ശബ്ദം ഉയർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. അടുത്തിരിക്കുന്നവർ കേൾക്കാവുന്നതുപോലെ ശബ്ദം ഉയർത്തി കർത്താവെ, അകലങ്ങളില്ലാത്ത ദൈവസഭയുടെ ആഴം, അതിൻ്റെ ആഴം അറിയുവാൻ, അതിൻ്റെ ആഴം വെളിപ്പെടുവാൻ, ആ സ്നേഹത്തിൻ്റെ വീതി, ആഴം, ഉയരം ആർക്ക് ഗ്രഹിക്കാനാകും? അത് മനസ്സിലാക്കുവാൻ എളിയവരെ സഹായിക്കണമേ. ഷഖാന റബ ലഗദുനിയ അർഗലെ ദിഗന റവന്ധര ഷക്കൽ ഘടകന ഹത്തുനിയ റഗാ നഗാതുര. യേശുവിൻ്റെ നാമത്തിൽ കർത്താവപ്പച്ച അങ്ങനെ ചെയ്യണമേ. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ ശരീരം. അപ്പോൾ സഭ ക്രിസ്തുവിൻ്റെ എന്താണ്? ശരീരമാണ്. സഭ ഒരു ബിൽഡിംഗ് ആണെന്ന് കണ്ടു. ഇനി ശരീരം എന്നുള്ള മർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, ഇടത്തെ കയ്യെ കൊതുക് കടിച്ച ആരറിയും? വലത്തെ. ഇങ്ങനെയാണ് ഈ ചർച്ച് ഫങ്ഷൻ ചെയ്യുന്നതും ചെയ്യേണ്ടതും. നമ്മൾ അറിയുന്നില്ലെങ്കിലും അങ്ങനെയാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ സഭ എന്നുള്ളതിനെക്കുറിച്ച് ഭയങ്കര ഒരു തീവ്രമായ സ്നേഹമുള്ള ഒരാളാണ് ദൈവസഭ എന്നുള്ളതിനെക്കുറിച്ച്. എന്താ കാര്യം ചോദിച്ചാൽ, ഒറ്റ പ്രധാനപ്പെട്ട കാര്യം, എന്നെ വളർത്തിയതും ഞാൻ വളർന്നതും നന്നായതും കഴിച്ചതും ഉടുത്തതും എല്ലാം സഭയുടെ അധ്വാനമാണ്. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങൾക്ക് ബിസിനസ്സൊക്കെ വിട്ട് തോട്ടമൊക്കെ പോയി. അതുകൊണ്ട് പിന്നെ എന്നെ വളർത്തിയതെല്ലാം സഭയാണ്. അപ്പോൾ അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് നമ്മുടെ രക്തവും നമ്മുടെ ജീവനും നമ്മുടെ നാഡി ആണ്. അതാണ് ദൈവസഭ എന്ന് പറയും. കുടുംബ ബന്ധത്തെക്കാട്ടും വലിയൊരു ബന്ധമാണ് ദൈവത്തിൻ്റെ കുടുംബമായ ബോഡി ഓഫ് ക്രൈസ്റ്റ്. കരമുയർത്തി. ആ ശരീരത്തിൻ്റെ ഭാഗമായത് അപമാനമാണോ അഭിമാനമാണോ? അഭിമാനമാണെങ്കിൽ ആ കുടുംബക്കാരെല്ലാം ഒന്ന് കര ഉയർത്തി ഒരുമിച്ചിരുന്ന് അല്പനേരം പ്രാർത്ഥിക്കുന്നതാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ സഭ യോഗമല്ല, കുടുംബയോഗമാണ്. സഭ ഒരു കുടുംബയോഗമായിട്ട് കാണണം. കരമുയർത്തി പ്രാർത്ഥിച്ചേ, കർത്താവേ, ദൈവസഭ ഭയങ്കര മർമ്മമാണ്. ആ മർമ്മത്തിലാണ് കർത്താവ് നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. റഖ ലബ സദാനന ഷകന അധുനിയ റഗന റിബ ലഗതന. എല്ലാവരും പ്രാർത്ഥിക്കുക, ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ. കർത്താവേ, ഈ കുടുംബത്തിന് എനിക്കെന്താണ് യോഗ്യത? കർത്താവ്, യോഗ്യതയില്ലാത്ത നമ്മളെ, പുറംപറമ്പിൽ കിടന്നിരുന്ന നമ്മളെ ദൈവം നാട്ടൊലിവോട് ഒട്ടിച്ച് ഈ കുടുംബത്തിൻ്റെ ഭാഗമാക്കിയത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവ് നമ്മിൽ യോഗ്യരെന്ന് എണ്ണിയത് കൊണ്ടാണ്. അവൻ ലോകസ്ഥാപനത്തിന് മുന്നേ നമ്മളെ മുന്നറിഞ്ഞത് കൊണ്ടാണ്. അവിടുന്ന് നമ്മളെ വിളിച്ചാക്കിയതാണ്. ദൈവകൃപയുടെ ആ ആഴമോർത്ത് സ്തോത്രം ചെയ്താട്ട് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച്, കർത്താവെ, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ ഈ ശരീരത്തിൻ്റെ ഭാഗമാക്കിയതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച്, ശരീരം എന്ന ആ വലിയ കൂട്ടായ്മയുടെ ഭാഗമാക്കിയല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ ശരീരം ഇങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. നിയന്ത്രിക്കുന്ന ആരാണ്? ശിരസ്സാണ്. എല്ലാത്തിനും എന്തുണ്ട്? ഓരോ റോളുണ്ട്. എനിക്ക് റോളുണ്ട്, നിങ്ങൾക്ക് റോളുണ്ട്. ഓരോ അവയവത്തിനും എന്തുണ്ട്? റോളുണ്ട്. ഓരോ അവയവം പോയാലേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ടറിയാം. ചൂണ്ടുവിരൽ പോയാൽ ബുദ്ധിമുട്ടല്ലേ? ആണോ? ഓരോ വിരലും, ഒരു പല്ല് പോയാൽ പോലും എന്താണ്? ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ അവയവത്തിനും ഒരു റോള് ഉണ്ട്. ആ റോള് കൊടുത്താണ് ഈ ശരീരം ഇങ്ങനെ ഫങ്ഷൻ ചെയ്തിരിക്കും. അപ്പോൾ ഈ ശരീരത്തെ നമ്മൾ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? ഞാൻ അമേരിക്ക വെച്ച് എൻ്റെ ഒരു ചേട്ടൻ്റെ ഭാര്യ, എൻ്റെ ഒരു ചേടത്തി എന്നോടൊരു കാര്യം പറയും. എന്താ, ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ അവിടെ എന്തൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പം പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. പറഞ്ഞ ഇതാണ്, എൻ്റെ ചേടത്തി അമേരിക്കയുള്ള എൻ്റെ ചേച്ചിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന് അവിടെ ഇപ്പം അമേരിക്ക എന്നല്ല, ലോകമെമ്പാടുമുള്ള ഒരു ഫാഷനാണ് ചെറുപ്പക്കാരുടെ കൂടുതലും ദേഹം മുഴുവൻ എന്തോ അടിക്കുക? ടാറ്റു അടിക്കുന്നതിന് മലയാളത്തിൽ പച്ചകുത്തുക എന്ന് പറയും. ടാറ്റു അടിക്കുക. വേദോസത്തിൽ എഴുതിയിട്ടുമുണ്ട് എന്തോ ചെയ്യരുതെന്ന്, പച്ചകുത്ത്. അപ്പം ടാറ്റു ഒക്കെ അടിക്കുകയാണ്. അപ്പോൾ ഇവൻ പോയിട്ട് എന്തോ അടിച്ചെന്നറിയാമോ? 12 ടാറ്റു അടിച്ചു ദേഹത്ത്. മൊത്തം ടാറ്റുവാണ്. മൊത്തം ടാറ്റുവാണ്. ഈ ടാറ്റു സാധാരണ കുഴപ്പമൊന്നും വരുന്നത്. പക്ഷേ ഇവന് ഈ അലർജിയായി. ഈ പർട്ടിക്കുലർ പേഴ്സണ് അലർജിയായി. എന്തോ മഷിയുടെ പ്രശ്നമായിട്ട് വന്നിട്ട് അലർജിയായിട്ട് ദേഹം ഭയങ്കര ഇച്ചിങ്ങായി. മൊത്തം ചൊറിച്ചിലാണ്. 12 ടാറ്റുവും ചൊറിയാൻ തുടങ്ങി. അപ്പോൾ ഇവൻ പോയിട്ട് ഡോക്ടറെ കണ്ടു. പിന്നെ ഈ ടാറ്റു അടിച്ചാൽ മാറ്റാനൊക്കത്തില്ല.
വൺസ് ഇറ്റ് ഈസ് ഇംപ്രിൻറ്റഡ് ഫോർ എവർ. പിന്നെ ഒരു കാര്യം ചെയ്യാനൊക്കും, ലേസർ തെറാപ്പി ചെയ്യണം. ലേസർ തെറാപ്പി ചെയ്യാൻ വേണ്ടി ഇവൻ്റെ ഡോക്ടറെ കണ്ടോ. അപ്പോൾ ലേസർ തെറാപ്പിക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് ലേസർ തെറാപ്പിക്ക് വേണ്ടി ചെന്ന് അതിൻ്റെ കൊട്ടേഷൻ എല്ലാം മേടിച്ചു. അതിൻ്റെ എത്ര ആകുമെന്നെല്ലാം തിരക്കി എല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇനി ലേസർ തെറാപ്പി ചെയ്യണം, ഇത്രയും പൈസ വേണ്ടേ. അമേരിക്ക ഒരു പ്രത്യേകതയുണ്ട്, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പലതും എന്തിൽ പൊക്കോളും, ഇൻഷുറൻസ് പൊക്കോളും. അപ്പോൾ ഇവൻ ഇൻഷുറൻസ് കവറേജിന് വേണ്ടി ഇത് കൊടുത്തു. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി തിരിച്ച് കത്തയച്ചു, ടാറ്റു അടിച്ചത് ഞങ്ങളുടെ കുറ്റമല്ല. ആരുടെ കുറ്റം? നിൻ്റെ കുറ്റമാണ്. ടാറ്റു അടിച്ചതിന് എന്തില്ല, ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ ഇവൻ കൊണ്ട് കമ്പനി കേസ് കൊടുത്തു, കമ്പനിക്കെതിരെ. എന്തിന് കിട്ടണം? ഇൻഷുറൻസ് കിട്ടും. ഏതായാലും കമ്പനി വിധിച്ചു, ടാറ്റുവിന് എന്തോ ഇല്ല, ഇൻഷുറൻസ് ഇല്ല. ആക്സിഡൻറ്റ് കൊടുക്കാം, അറ്റാക്കിന് കൊടുക്കാം, ക്യാൻസറിന് കൊടുക്കാം. ടാറ്റു ഇസ് നോട്ട് എ മെഡിക്കൽ റീസൺ. അതുകൊണ്ട് ഇതിനെന്തോ ഇല്ല, ഇൻഷുറൻസ് ഇല്ല. പിന്നെ ഇവന് ചൊറിച്ചിൽ ഇൻഷുറൻസ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ചൊറിച്ചിൽ മാറത്തില്ലല്ലോ, ചൊറിച്ചിൽ നിൽക്കുന്നുമില്ല, ഇൻഷുറൻസ് കിട്ടുന്നില്ല. അവസാനം അവൻ പോയിട്ട് അവനെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിപ്പിച്ച 2 ടാറ്റു സ്വന്തം കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് കാശ് കൊടുത്ത് മാറ്റി. ഇതുപോലാണ് ദൈവസഭയിൽ എന്തോ അടിക്കരുത്. ദൈവസഭയ്ക്ക് ആരും എന്തോ അടിക്കരുത്, ടാറ്റു അടിക്കുക. ടാറ്റു അടിച്ചാൽ എന്തോ കിട്ടത്തില്ല, ടാറ്റു അടിക്കുന്നവൻ എന്തോ കിട്ടത്തില്ല, ഇൻഷുറൻസ് കിട്ടത്തില്ല. ബാക്കി എല്ലാത്തിനും എന്തോ കിട്ടും. നിങ്ങളറിയാമോ, നമ്മൾ ഈ വേലയിൽ നിന്ന് ചത്തുപോയാൽ എന്തോ കിട്ടും? പറ. ഒന്നും പറ്റത്തില്ല മക്കൾക്ക്. നമ്മൾ ഉള്ളതിനെക്കാട്ടി നല്ലതുപോലെ പിള്ളേർ പോവും. അതിനെ പേടിയുണ്ടോ? അതൊക്കെ മൗനമായി പോയല്ലേ പെട്ടെന്ന്. നമ്മുടെ തോന്നലാണ് നമ്മൾ വേലയിൽ നിന്ന് മരിച്ചാൽ നമ്മുടെ മക്കൾക്ക് ഒന്നും പറ്റത്തില്ല. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നീതിമാൻ്റെ സന്തതി അപ്പം ഇറക്കുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അതെന്താ? ദൈവത്തിൻ്റെ എന്താ? ഇൻഷുറൻസാണ്. ആർക്ക്? മക്കൾക്കുള്ള കവറേജാണ്. നീതിമാൻ്റെ സന്തതി അപ്പം ഇറക്കാൻ ദൈവം അനുവദിക്കും. അപ്പോൾ ഇതിനകത്ത് എന്തോ ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസ് വലിയൊരു ഇൻഷുറൻസാണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, പക്ഷേ ഈ ദൈവസഭയെ ടാറ്റു അടിക്കുന്നവന് എന്തോ ഇല്ല, ഇൻഷുറൻസ് കിട്ടുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആരും ദൈവസഭയ്ക്കൊരു ദോഷം ചെയ്യരുത്. ഇന്നെല്ലാവരും അങ്ങ് ടാറ്റു അടിക്കുക. എവിടെ കയറി ടാറ്റു അടിക്കുന്നറിയാമോ? ശരീരം എന്ന സഭയ്ക്കെതിരെ സൈബർ സെല്ലിൽ കയറി അങ്ങ് ടാറ്റു അടിക്കും. എല്ലാവരും ടാറ്റു അടിക്കുന്ന എവിടാ? സൈബർ ചുവരുകളിൽ അങ്ങ് ടാറ്റു അടിച്ച് മിടുക്കരാകുക. സൈബർ ചുവരുകളിൽ ടാറ്റു അടിച്ച് മിടുക്കുന്നവരോട് കയ്യും കുപ്പി ഒരു അപേക്ഷയുണ്ട്. ഒരു കാര്യം ഓർത്തോണേ, ഇതിനെന്തോ ഇല്ല, ഇൻഷുറൻസ് കിട്ടത്തില്ല. പക്ഷേ ഈ വേലയിൽ നിന്ന് മരിച്ചാൽ, ഈ വേലയ്ക്ക് വേണ്ടി ചുമല് കൊടുത്ത ഈ ശരീരത്തെ എൻ്റെ ശരീരം പോലെ പകയ്ക്കാതെ സൂക്ഷിച്ചാൽ എന്ത് കുറവ് വന്നാലും സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. എന്ത് അപകടം വന്നാലും കരുതുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിനെ എല്ലാവരും സ്തുതിച്ചേ. ആരും തൻ്റെ ജഡത്തെ, എന്തൊരു വാക്യം നോക്കി, ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ല. ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി. അപ്പം നമുക്കൊരു റോളുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ ഈ സഭ എന്ന ശരീരത്തിന് കേടുവരാതെ സൂക്ഷിക്കേണ്ടത് എൻ്റെ കൂടെ ഉത്തരവാദിത്തമല്ലേ? നമുക്കതിനകത്ത് റോളില്ലേ? ഞാൻ സഭ എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം രക്ഷിക്കപ്പെട്ട ലോക്കൽ സഭകൾ അതിൻ്റെ ഒരു വിസിബിൾ ഒരു ബോഡിയാണ്. അപ്പം തന്നെ അദൃശ്യമായ വലിയൊരു ബോഡി ലോകമെമ്പാടുമുണ്ട്. വലിയൊരു അത് നാനാജാതി മതസ്ഥർ പോലും ഉണ്ട്. എങ്ങനെയാണെന്നറിയാമോ? യേശുവുമായിട്ട് ബന്ധമുള്ള ഒത്തിരി പേരുണ്ട്. അവരെല്ലാം ഈ ഒരു തരത്തിൽ, അതുകൊണ്ടാണ് ഈ തൊഴുത്തിപ്പെടാത്ത ഒത്തിരി ആടുകൾ എന്നൊക്കെ പറയുന്ന പോലെ കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവുമായിട്ട് ഉറ്റ ബന്ധം പുലർത്തുന്ന ആയിരങ്ങൾ സാർവദേശികമായിട്ടുണ്ട്. എന്നാൽ അതിനെല്ലാം ഉള്ളപ്പം തന്നെ ദൈവത്തിന് പ്രത്യേക സ്നേഹമുള്ള ദൈവത്തിൻ്റെ സഭ എന്ന ശരീരമുണ്ട്. ആ സഭ അത് വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആ സഭയ്ക്ക് ഞാൻ മുഖാന്തരം, എൻ്റെ കുടുംബം മുഖാന്തരം ഒരു കേട് വരാൻ ഇടയാകല്ലേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? അല്ല, ശരിക്കും പ്രാർത്ഥിക്കേണ്ട വിഷയം. ഞാൻ മുഖാന്തരമോ, എൻ്റെ വീട് മുഖാന്തരമോ, എൻ്റെ മക്കൾ മുഖാന്തരമോ, കർത്താവേ, ഈ സഭയ്ക്ക് ഒരു ടാറ്റു പോലും വരല്ലേ, ഒരു സ്ക്രാച്ച് പോലും വരാതെ എന്നെ സൂക്ഷിക്കണമെന്ന് ഹൃദയംഗമായിട്ട് എത്ര പേര് പ്രാർത്ഥിക്കും. ഒരു പോറൽ പോലും വരാതെ സൂക്ഷിക്കേണ്ട ഒന്നാണ് ദൈവത്തിൻ്റെ സഭ എന്ന മർമ്മം. എനിക്ക് ഭയങ്കര സങ്കടമാണ്. കർത്താവെ, ടാറ്റു അടിക്കുമ്പോൾ ഓർത്തോണം, അതൊക്കെ തമ്പുരാൻ കാലകാലങ്ങളിൽ തൻ്റെ രക്തം കൊണ്ട് അതങ്ങ് കഴുകിക്കളയ്ക്കണം. പക്ഷേ അടിച്ചവനോടുള്ള ഉത്തരവാദിത്വം അവൻ തന്നെ എടുക്കേണ്ടി വരും, അവൾ തന്നെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ദൈവസഭയെ സൂക്ഷിക്കുവാൻ. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും
പകച്ചിട്ടില്ലല്ലോ. ഉറക്കെ പറഞ്ഞേ, ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചു. അപ്പോൾ സഭ എന്താണ്? ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഈ ശരീരത്തിന് ദൈവം ഓരോ അവയവങ്ങളെ കൊടുത്തിട്ട് ആ അവയവങ്ങൾക്കെല്ലാം ഓരോ ധർമ്മങ്ങളെ കൊടുത്തു. അതാണ് 12-ാം അധ്യായം, അതാണ് റോമാലേഖനം 12-ാം അധ്യായവും കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം. സഭ ക്രിസ്തുവിൻ്റെ എന്താണ്? ശരീരമാണ്. എന്നിട്ട് തമ്പുരാൻ അതിൻ്റെ ശിരസാണ്. ആ ശിരസ് ഓരോ അവയവങ്ങൾക്ക് എന്ത് കൊടുത്തു? പരിശുദ്ധാത്മാവിനെ കൊടുത്തു. പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് വരങ്ങളുണ്ട്, 2 ഫലമുണ്ട്. ഒന്ന് പറഞ്ഞേ, വരങ്ങളുണ്ട്, ഫലമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞേ, വരങ്ങളുണ്ട്, ഫലമുണ്ട്. എന്താണ് ഫലം? അത് ഒരു പക്ഷിയുടെ 2 ചിറക് പോലാണ്. ഒന്ന് ഫലമാണ്. ഫലം എന്താണ്? ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജനം. എത്ര അധ്യായം? ഏത് ലേഖനത്തിലാണ്? ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കാണുന്നു. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജനം. ഇനി ആത്മാവിന് എന്തുണ്ട്? വരങ്ങളുണ്ട്. ബലം ഒന്നേ ഉള്ളൂ, അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജനം. ഇനിയും കർത്താവ് ആത്മാവിന് എന്തുണ്ട്? വരങ്ങളുണ്ട്. വരങ്ങളെ വിവിധ നിലങ്ങളിൽ ക്ലാസിഫൈ ചെയ്യാം. ഒരാൾക്ക് ജ്ഞാനത്തിൻ്റെ ഭാഷകളുടെ വ്യാഖ്യാനം, പ്രവചനം. ഇതൊരു ഭാഷകളുടെ വരമാണ്. ഭാഷകളുടെ വരമുണ്ട്. ജ്ഞാനം, പരിജ്ഞാനം, വിവേചനമുണ്ട്. ഇനിയും വീര്യപ്രവൃത്തികളുടെ വരമാണ്. രോഗശാന്തിയുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്, വിശ്വാസത്തിൻ്റെ വരമുണ്ട്. അത് കഴിഞ്ഞിട്ട് സഹായവരങ്ങളുണ്ട്. അതാണ് കൊരിന്ത്യലേഖനത്തിൽ കാണുന്ന റോമാലേഖനത്തിൽ കാണുന്ന വരങ്ങളും കൊരിന്ത്യലേഖനത്തിൽ അത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഷ്ടം സഹിക്കാനുള്ള വരങ്ങൾ പലതുമുണ്ട്. മെയിനായിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വരാം. ജ്ഞാനം, പരിജ്ഞാനം, വിവേചനം, ഭാഷകളുടെ വ്യാഖ്യാനം, പിന്നെ പ്രവചനം, പിന്നെ വിശ്വാസം, രോഗശാന്തി, വീര്യപ്രവൃത്തി, പിന്നെ വിവിധ സഹായ വരങ്ങൾ, കഷ്ടത സഹിക്കാനുള്ള വരം. ഇതെല്ലാം വരങ്ങളാണ്. അപ്പോൾ ഈ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ വരങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. ഇനിയും റോമാലേഖനം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ വരങ്ങളെ കൊടുത്തിട്ടൊരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ ഈ ശരീരത്തിന് പ്രത്യേക ഒരു കാര്യം ഓർക്കേണ്ടത് റോമാലേഖനം 12:3 ഭാവിക്കേണ്ടതിന് മീതെ എന്ത് ചെയ്യരുത്? ഭാവിച്ചു വരും. അതൊക്കെ വലിയൊരു വാക്ക് ഓർക്കേണ്ടതാണ്. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഭാവിക്കേണ്ടതിന് മീതെ എന്ത് ചെയ്യരുത്? ഒന്നുകൂടെ പറഞ്ഞേ, ഭാവിക്കേണ്ടതിന് മീതെ ആരും എന്ത് ചെയ്യരുത്? ഭാവിച്ചുയരം. എന്താ ഈ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരണമെന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മുടെ ഇന്നത് വലിയൊരു അപകടമുണ്ട്. എന്താണെന്നറിയാമോ? ഇച്ചിരി കൃപയും കൃപാവരും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മക്കളൊക്കെ ഭയങ്കര അഹങ്കാരികളായിട്ട് മാറും. ഇത് നമ്മൾ ഒത്തിരി കണ്ടും കേട്ടും ഒക്കെ വളരുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന അഹങ്കാരമല്ല കേട്ടോ, ആരെക്കാട്ടും കൂടുതൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു പക്ഷേ പല്ലേക്കാട്ടും കൂടുതൽ ശുശ്രൂഷ എനിക്ക് പരിചയം കാണുമെന്നാണ് എൻ്റെ ചിന്ത. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ കുഞ്ഞുനാൾ ജനിച്ച് വീണത് ഇതിനകത്താണ്. ഇത് കണ്ടും കൊണ്ടും ഒരു 40 വർഷം സജീവ ഓർമ്മയാണ് ഈ ശുശ്രൂഷ. അപ്പോൾ അതുകൊണ്ട് ഈ അബദ്ധം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഭാവിക്കേണ്ടതിന് മീതെ എന്ത് ചെയ്യും? ഭാവിച്ചു വരും. ഭാവിക്കേണ്ടതിന് മീതെ ആരും എന്ത് ചെയ്യരുത്? ഭാവിച്ച്. ഒന്ന് പറഞ്ഞേ, ഭാവിച്ച് ഉയരല്ലേ. കുഞ്ഞെത്ര വലുതായാലും ആർക്ക് കീഴെയാണ്? അപ്പന് കീഴെയാണ്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരുന്നത്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. അടുത്ത വാക്യം, അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട പോലെ സുബോധമാകും വണ്ണം. അതൊക്കെ ഭയങ്കര വാക്കാണ്. എന്ത് വണ്ണം? സുബോധമാകും. അപ്പോൾ ഈ ഭാവിക്കേണ്ടത് മീതെ ഭാവിച്ചുയരുന്നവന് വട്ടാന്ന് അതിൻ്റെ അർത്ഥം. ഭാവിക്കേണ്ടത് മീതെ ഭാവിച്ചുയരുന്നവൻ എന്താണ്? സുബോധമില്ല. സുബോധമാകും വണ്ണം ഭാവിക്കേണ്ടത് മീതെ ഭാവിച്ചുയരാതെ സുബോധത്തോടെ എന്ത് ചെയ്യണം? ഭാവിക്കണം എന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ. അപ്പോഴും പൗലോസ് പറയുന്നുണ്ട്, ഇത് എനിക്ക് ലഭിച്ച എന്താണ്? കൃപയാലാണ്. കൃപയാൽ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും എന്ത് ചെയ്യുന്നു? പറയുന്നു. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ട്. എല്ലാ അവയവങ്ങളുടെയും പ്രവൃത്തി ഒന്നല്ല. അതുകൊണ്ട് നാം എല്ലാവരും ഒരു ശരീരവും എല്ലാവരും തമ്മിൽ എന്താകുന്നു? അവയവങ്ങളാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം പല വരങ്ങളുണ്ട്. ഒന്ന് രോഗശാന്തിയുടെ വരമാണ്. അതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. പിന്നെ രോഗശാന്തിയുടെ വരം,
പ്രവചനപരം, അത് നമുക്കറിയാമല്ലോ. പ്രവചനപരമുണ്ട്. ഭാഷകളുടെ വരമുണ്ട്, ഭാഷാവരമുണ്ട്, ഭാഷകളുടെ എന്തുണ്ട്, വരമുണ്ട്. ഈ 14-ാം അധ്യായത്തിൽ ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അന്യഭാഷയാണ്. അന്യഭാഷയുടെ വരമാണെന്ന് പറയുമ്പം തന്നെ അന്യഭാഷ അടയാളമാണ്. എന്തിൻ്റെ അടയാളം? പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ വ്യക്തമായ ഒരു ഈ ക്ലിയർ എവിഡൻസാണ് എന്തെന്ന് പറയുന്നത്, അന്യഭാഷ. അതാണ് നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും എന്തിൽ സംസാരിച്ചു? അന്യഭാഷ തെളിവ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ പത്രോസ് വചനം പ്രസ്താവിക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ എഫെസോസിൽ വെച്ച് പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവരുടെ മേൽ എന്ത് വന്നു? പരിശുദ്ധ ആത്മാവ് വന്നു. അവരെല്ലാവരും എന്തിൽ സംസാരിച്ചു? അപ്പോൾ അത് എന്തിൻ്റെ അടയാളം? പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ അടയാളം. ഇന്നും പറയട്ടെ, പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ വ്യക്തമായൊരു അടയാളമാണ് എന്ത്? അന്യഭാഷ. എന്നാൽ ഭാഷകളുടെ വരമുണ്ട്. ഉറക്കെ പറഞ്ഞേ, ഭാഷകളുടെ വരമുണ്ട്. ഹിന്ദിക്ക് നമ്മളിപ്പോൾ അല്ല, ഹിന്ദിക്കൊക്കെ പൊട്ട ഹിന്ദി അമാര രാഷ്ട്രഭാഷ ഹേ മേരാ നാം എന്ന് പറഞ്ഞ് 9-ാം ക്ലാസ് കഷ്ടിച്ച് 10 കൊണ്ട് ഹിന്ദി ഉപേക്ഷിച്ചവരാണ് ഭൂരിപക്ഷം പേരും. എന്നാൽ ഈ പാവം പിടിച്ചവരൊക്കെ ഗ്രാമങ്ങളിലൊക്കെ ചെന്നിട്ട് ഈ തദ്ദേശീയ ഭാഷ പഠിച്ചത് മിടുക്കുകൊണ്ടും കഴിവുകൊണ്ടും ഭാഷകളുടെ നൈപുണ്യം കൊണ്ടൊന്നും അല്ല. പിന്നെന്താണെന്നറിയാമോ? കർത്താവ് ഒരു കൃപയും കൊടുക്കും. അതാണ് എന്ത് വരം? ഭാഷകളുടെ വരം. അങ്ങനെയാണ് ദൈവസഭ സുവിശേഷകരെ ദൈവം ഉപയോഗിക്കുന്നത്. സുവിശേഷകർക്ക് ദൈവം എന്ത് കൊടുത്തും? ഭാഷകളുടെ വരം കൊടുക്കും. നിങ്ങളൊരു ഗ്രാമത്തിൽ പോയാൽ, ഒരു സ്ഥലത്ത് പോയാൽ അവിടുത്തെ ഭാഷയിൽ സംസാരിക്കുവാൻ ദൈവം നിങ്ങൾക്കൊരു കൃപ തരും. അത് സുവിശേഷകരോടുള്ള ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. ആ വരത്തിൻ്റെ പേരാണ് എന്ത്? ഭാഷകളുടെ വരം. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്ത് സംസാരിക്കണം ചിന്തിക്കേണ്ട. വാ തുറക്കുമ്പോൾ ദൈവം ഇങ്ങനെ എത്രയോ പേരെ പല ട്രൈബൽ ലാംഗ്വേജുകളിൽ സംസാരിക്കുന്നവർ, അത് അവരുടെ കഴിവ് കൊണ്ടല്ല. അവരൊന്നും സ്കൂളിൽ വലിയ മിടുക്കരൊന്നും അല്ലായിരുന്നു. പക്ഷെ തമ്പുരാനൊരു പ്രത്യേക വരം കൊടുക്കുകയാണ്. അതാണെന്ത്? ഭാഷകളുടെ വരം. ഭാഷകളുടെ വരം, രോഗശാന്തി, വീര്യപ്രവർത്തികൾ, ഇതെല്ലാം കർത്താവ് കൊടുത്തു. എന്നിട്ട് കർത്താവ് താപ്പോട്ട് വരുമ്പം കാണുകയാണ് അതിൻ്റെ 27 മുതലുള്ള വാക്യം. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി എന്താകുന്നു? അവയവങ്ങളും ആകുന്നു. 1 കൊരിന്ത്യർ 12:27. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടകന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ എന്ത് ചെയ്യുകയും ചെയ്തു? നൽകുകയും ചെയ്തു. അപ്പോൾ അതിൽ പല വരങ്ങളാണ്. ഇനി ആ വരങ്ങൾ വീണ്ടും എടുത്തു പറയുന്നു 29-ാമത്തെ വാക്യത്തിൽ. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടകന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുണ്ടോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുണ്ടോ, ശ്രേഷ്ഠ വരത്തെ എന്ത് ചെയ്യണം? വാഞ്ചിപ്പിൻ. ഇനി വീണ്ടും വീര്യപ്രവൃത്തികൾ പറയുകയാണ്. ഇനി വീണ്ടും വീര്യപ്രവൃത്തികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം, അവിടെ 2 വരങ്ങൾ എടുത്തു പറയുന്നില്ല. അതായത് 28 പറയുന്ന വരങ്ങൾ 29 എടുത്തു പറയുന്നില്ല. 2 വരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാമോ? ഒന്ന്, വീര്യപ്രവൃത്തി എല്ലാം പറയുന്നുണ്ട്, രോഗശാന്തി പറയുന്നുണ്ട്. പക്ഷേ സഹായം ചെയ്യാനുള്ള വരവും പരിപാലന വരവും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അപ്പോൾ ഈ ദൈവസഭ എന്ന ശരീരം ഓരോരുത്തർക്ക് ദൈവം എന്ത് കൊടുത്തു? വിവിധ വരങ്ങളെ കൊടുത്തു. ഈ വിവിധ വരങ്ങളിൽ പല വരങ്ങളുണ്ട്. അതാണ് ഭാഷകളുടെ വരം, ജ്ഞാനത്തിൻ്റെ വരം, പരിജ്ഞാനത്തിൻ്റെ വരം, വിവേചനം, വ്യാഖ്യാനം, പ്രവചനം, വിശ്വാസം, ഇതെല്ലാം ദൈവം കൊടുത്തു. എന്നാൽ ദൈവം പ്രത്യേകമായിട്ട് കൊടുക്കുന്ന വരങ്ങളിലൊന്നാണ് പരിപാലന വരം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്താണ് പരിപാലന വരം? അഡ്മിനിസ്ട്രേഷനാണ് പരിപാലന വരം. ഈ പരിപാലനം എന്ന് പറയുമ്പോൾ അത് എളുപ്പമുള്ളൊരു കാര്യമാണ്. അത് അല്ല, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് ഈ പരിപാലനം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. എന്നോട് ഒരു പയ്യനെ, അവന് ഈ ലോങ് ഡ്രൈവ് ബസ് ഓടിക്കുന്ന ഒരാളാണ്, സൂപ്പർ ഫാസ്റ്റ്. ഈ തിരുവനന്തപുരത്ത് നിന്നൊക്കെ എടുത്തിട്ട് അങ്ങനെ ലോങ് മലബാറിലൊക്കെ കൊണ്ടുപോകുന്നില്ല, രാത്രിയായിരിക്കും ഇത് ഓടുന്നത്. അപ്പോൾ ഈ കൊച്ചൻ എന്നോടൊരു കാര്യം പറയും. പക്ഷേ എനിക്കതൊരു ദൂതമായിട്ട് മനസ്സിലായി. എന്താ കാര്യം എന്നറിയാമോ? അവരും പറഞ്ഞു തന്നത്, ഇവർ ഈ വണ്ടി എടുത്തുകൊണ്ട് തിരുവനന്തപുരത്തു നിന്ന് ഭയങ്കര എന്നെ ചിക്കുടി ഇങ്ങനെ പോകുമ്പോൾ ഇവർക്ക് ഉറക്കം വരും. മനുഷ്യരല്ലേ, പല വണ്ടിയിലും ഒറ്റ ഡ്രൈവറല്ലേ ഉള്ളൂ. വണ്ടി ഉറക്കം വരുമ്പോൾ എവിടെയെങ്കിലും പ്രൈവറ്റ് വണ്ടിയാണെങ്കിൽ നമുക്ക് മാറ്റിയിട്ടിട്ട് സുഖമായിട്ട് എന്ത് ചെയ്യാം? ഉറങ്ങാം. പക്ഷേ ഇത്ര യാത്രക്കാരെ കൊണ്ട് ഉറങ്ങാൻ ഒക്കുമോ? ഉറങ്ങത്തില്ല. യാത്രക്കാരെ രാവിലെ കൊണ്ട് എത്തിക്കണ്ടേ? അപ്പോൾ ഈ ഉറക്കം വരുമ്പോൾ എന്തോ ചെയ്യും? ഇവർക്കൊരു ട്രെയിനിങ് കൊടുക്കുമെന്ന്. ഉറക്കം വരുമ്പം വണ്ടി ഒതുക്കിയിടുക. എന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ വണ്ടിക്കകത്ത് ലൈറ്റ് ഇട്ടിട്ട് കുറേ നേരം ഇരിക്കുന്ന യാത്രക്കാരെ ഒന്ന് നോക്കുക. യാത്രക്കാരെ നോക്കുമ്പം കാണാം, ഒരു ഭാര്യ ഭർത്താവിൻ്റെ തോളിലോട്ട് കിടന്ന് എന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നു. ഭർത്താവ് തിരിച്ച് അങ്ങോട്ട് കിടന്ന് ഉറങ്ങുന്നു. ഇടയ്ക്ക് പിള്ളേരെല്ലാം കൂടെ അവിടെ ഇവിടെ എല്ലാം ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങുന്നു. എല്ലാവരും എന്താണ്? ഉറക്കമാണ്. ഇത്രയും പേര് ഉറങ്ങുന്നത് ആരെ വിശ്വസിച്ചാണ്?
ഡ്രൈവറെ വിശ്വസിച്ച്. അപ്പോൾ ഒരു കുറേ നേരം നോക്കി നിൽക്കുമ്പോൾ എന്തോ പോവും, ഉറക്കം പോവും. ഇത്രയും യാത്രക്കാരെ ഉറങ്ങുന്നത് ആരെ വിശ്വസിച്ച? ഡ്രൈവറെ വിശ്വസിച്ച. അപ്പോൾ ഈ ഇവരെ നോക്കിയാൽ ഡ്രൈവറുടെ എന്തോ പോവും, ഉറക്കം പോവും. ഇതാണ് പാസ്റ്ററെന്ന് എന്നോട് ഡ്രൈവർ പറഞ്ഞു. കാരണം ഇത്രയും പേര് ഉറങ്ങുന്നത് ആരെ വിശ്വസിച്ച? പാസ്റ്റർ. അപ്പോൾ പാസ്റ്റർക്കുള്ള ബേസിക് ക്വാളിറ്റി എന്തായിരിക്കും? ഉറക്കം കുറവായിരിക്കും. അപ്പോൾ ആരെങ്കിലും പാസ്റ്ററാകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യം ഉറക്കം മാറ്റിയിട്ട് എന്താവും? പാസ്റ്റർ. സുഖമായിട്ട് കിടന്ന് ഉറങ്ങേണ്ടവരാരും എന്താകരുത്? പാസ്റ്ററാകരുത്. നിങ്ങൾക്കൊരു ധാരണയുണ്ട്, പാസ്റ്റർമാർ സുഖമായിട്ട് നടക്കുകയാണ്. അതാണ് നമ്മുടെ തെറ്റിദ്ധാരണ. പല പാസ്റ്റർമാർക്കും എന്തോ ഇല്ല, ഉറക്കമില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്പോഴും ഇത്രയും പ്രശ്നം. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ പലരും ഉറങ്ങുന്നത് ഞാൻ കണ്ട. നിങ്ങൾ ഇവിടെ ഇരിക്കും, പിന്നെ ഞാൻ എഴുന്നേറ്റ് ഇന്ന് പിന്നെ തന്നെ ഞാൻ ഇപ്പോട്ട് പറയുന്നില്ല, പ്രായമുള്ളവർ നിങ്ങൾ പല ഉറങ്ങാറ്. എന്നിട്ട് ഈ വണ്ടി മറിയാതെ പോകുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതിരിക്കുന്ന ഒത്തിരി പേരുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ സഭ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാവരും കുറ്റം പറയുന്നവരാണ്. പക്ഷേ ഞാൻ ഈ യാത്രയിൽ ഒത്തിരി ഇടത്ത് പോയി. എൻ്റെ കൊച്ചായുസിൽ ഒത്തിരി പാസ്റ്റർ ചങ്കുപൊട്ടി ഞാൻ പറയും. ഞാൻ ഒത്തിരി ഇടത്ത് താമസിച്ചപ്പോൾ അർദ്ധരാത്രി ഭയങ്കര നിലവിളി കേൾക്കാം. ഞാൻ ഞെട്ടി ഓണം നോക്കിയപ്പോൾ അപ്പുറത്തെ മുറിയിൽ നിന്ന് പാസ്റ്ററപ്പച്ചൻ ഇരുന്ന് കരയുകയാണ്. ഓരോ വിശ്വാസികളെ ഓർത്ത് 2 മണി 3 മണി കൂട്ടത്തിൽ ഒരു അമ്മച്ചിയും കാണും. ഇങ്ങനെ അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ആരൊക്കെയോ ഉറങ്ങാതിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഈ വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഉറങ്ങിയപ്പോഴും ഉറക്കം വരാതെ ഉണർന്നിരുന്ന് കർത്താവെ എൻ്റെ വിചാരണയിലുള്ള ഓരോ ആത്മാക്കളെയും കാത്തോണേന്ന് പ്രാർത്ഥിക്കുന്ന പരിപാലകർ, അവർക്ക് ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ BP ഉണ്ടാകാനൊക്കത്തില്ല. BP ഉണ്ടെങ്കിൽ ഉറങ്ങാതിരുന്ന എന്തോ പോലും ഞാൻ ടെൻഷനാകും, ഷുഗർ കൂടും, കൊളസ്ട്രോൾ കൂടും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അവർക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ ഉറങ്ങാതിരിക്കത്തുള്ളൂ. അവരുറങ്ങാതിരുന്നാലേ നമ്മുടെ വണ്ടി മറിയാതിരിക്കത്തുള്ളൂ. അപ്പം ഈ പരിപാലനമുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. ഞാനിത് കണ്ട് വളർന്നവനാണ്. രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ്റെ കണ്ടു വളർന്നതാണ് ഞാൻ. ഓരോ വീടിനെ ഓർത്തും ഓരോ വ്യക്തികളെ ഓർത്തും. അപ്പം ഇന്ന് പകലിൽ എനിക്ക് സ്നേഹത്തോടെ പറയാനുണ്ട്, ദൈവസഭയുടെ ഏറ്റവും വലിയ അഭിമാനവും ഏറ്റവും വലിയ സമ്പത്തും ഉറങ്ങാതെ സ്റ്റിയറിങ്ങെ പിടിച്ചിരിക്കുന്ന കുറേ അനുഗ്രഹീതരായ ദൈവദാസന്മാരാണ്. ഓരോ പ്രാദേശിക സഭയ്ക്കും വേണ്ടി കർത്താവ് കൊടുക്കുന്ന ദൈവദാസന്മാർ കരമുയർത്തി വിശ്വാസികളെല്ലാവരും ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് വേണ്ടി ആരാ പ്രാർത്ഥിക്കുന്നത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കർത്താവെ, ഉറങ്ങാതെ എന്ന് മാത്രം യാത്ര ചെയ്യുന്നു, ഉറങ്ങാതെ രാപ്പകലില്ലാതെ യാത്ര ചെയ്ത് അധ്വാന ഭാരം, ഉറക്കളപ്പ്, പിന്നെ ഇതിൻ്റെ എല്ലാം നടത്തിപ്പ്, ഇത് കൊണ്ടുപോകണമെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ ഇതിങ്ങനെ ഉറക്കളച്ചിരുന്ന് ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളെല്ലാവരും അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവെ, അവർക്ക് ആയുസ് കൊടുക്കണേ, ആരോഗ്യം കൊടുക്കണം. നമ്മുടെ വണ്ടി എന്നാലേ മറിയാതെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ദൈവദാസന് വേണ്ടി, നിങ്ങളുടെ അഭിഷക്തർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, അവരൊക്കെ അപ്പം തന്നെ അഭിഷക്തരോട് ഞാൻ പറയുകയാണ്, ഓരോ വിചാരണയ്ക്ക് വേണ്ടി ഈ വണ്ടി ഇങ്ങനെ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം, കൃപയ്ക്ക് വേണ്ടി. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങളുടെ അഭിഷക്തർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിച്ചില്ല പിന്നെ ആരാ പ്രാർത്ഥിക്കുന്നത്? നാട്ടുകാരൻ നമ്മുടെ കുറ്റം എന്തോ ഉണ്ടെന്ന് നോക്കി പുറകെ നടക്കുക. നിങ്ങൾക്കതറിയാമോ? ഓരോ വ്യക്തി ഇങ്ങനെ പുറകെ നടക്കുകയാണ്, എന്തോ ഉണ്ടെന്ന്. അങ്ങനെ എല്ലാവരും നോക്കുമ്പോൾ നമ്മളോട് അങ്ങനെ നോക്കി കിടന്നാൽ പിന്നെ എന്തോ ചെയ്യും? നമുക്കൊരു ജോലിയുണ്ട്, എല്ലാവരും റിവേഴ്സൊക്കെ ഉള്ളവരാണ്. പക്ഷേ ഇത്രയും പേരൊക്കെ ഒന്നും നിങ്ങളുടെ ഉലകത്തിലെല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങളെ ഏൽപ്പിച്ച, നിങ്ങളെ പരിപാലിക്കുന്ന, എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. വല്ലപ്പോഴും ഒക്കെ സുവിശേഷരൊന്നല്ലേ പ്രാർത്ഥിക്കുക. പക്ഷെ എൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഒത്തിരി വിശ്വാസികളുണ്ട്, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഈ വണ്ടി ഇന്നിങ്ങനെ ഓടുന്നത്, ഈ വണ്ടി ഇങ്ങനെ ഓടും. എത്രയോ പിള്ളേരുണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, ഭാഷയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദൈവദാസൻ അവരിങ്ങനെ ജാഗരിക്കും. നിങ്ങൾക്കറിയാമോ, അവർ ഉറങ്ങുമ്പോഴും അവരുടെ ആത്മാവ് താനും ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ. ഞങ്ങൾ ഈ സ്വപ്നം കാണുവാണെങ്കിലും എന്താ കാണുന്നറിയാമോ? നിങ്ങളെയൊക്കെ കാണുന്നത്.
ഞങ്ങൾ സ്വപ്നം കാണുമ്പോൾ ബെൻസിൻ്റെ പുറകെ ചാറി കിടക്കുന്നതൊന്നും കാണുന്നില്ല. ഞങ്ങൾ കാണുന്നത് നിങ്ങളെയൊക്കെയാണ്. ഉറക്കത്തിൽ പോലും ആത്മാക്കൾക്ക് വേണ്ടി ഇങ്ങനെ ജാഗരിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് അവരവരുടെ ദൈവദാസന്മാർക്ക് വേണ്ടി കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കണ്ടേ? അവർക്ക് ആരോഗ്യം കിട്ടണ്ടേ, ബലം കിട്ടണ്ടേ? അവരിങ്ങനെ അവരുടെ കുടുംബത്തെയൊക്കെ ശ്രദ്ധിക്കാതെ കുഞ്ഞു പോകുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് എവിടെ ഒരു വാക്കുണ്ട്. ആ വാക്കൊക്കെ ഫില്ല് ചെയ്യാൻ കർത്താവിനല്ലേ കഴിയത്തുള്ളൂ. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ കേരളത്തിലുണ്ട്, ഒത്തിരി പേരുണ്ട്. എല്ലാവരും പറയും ഉപദേശിമാരെല്ലാം കള്ളന്മാരാണ്. അല്ല പ്രിയരെ, അല്ല. നെവർ. എനിക്കറിയാം രാത്രിയെ പകലാക്കി കരയുന്ന, രാത്രിയെ പകലാക്കി കരയുന്ന, ഉറക്കത്തിൽ പോലും ജാഗരിച്ചുകൊണ്ടിരിക്കുന്നു അനുഗ്രഹിതരായ കർത്തദാസന്മാർ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കർത്താവ് കാലാകാലങ്ങളിലാക്കി വെക്കുന്ന പരിപാലകർ, ഒരു തുള്ളി കണ്ണീരെങ്കിലും കണ്ണീന്ന് പോയി പ്രാർത്ഥിച്ച് അവർക്ക് ആരോഗ്യം ഉണ്ടാകണം, ആയുസ്സുണ്ടാകണം. അവരും മനുഷ്യരാണ്. അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. അവരുടെ കുഞ്ഞുങ്ങളും എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ വളരുന്നു. നിങ്ങൾ ശബ്ദം ഉയർത്തി പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. അവിടെ ഒത്തിരി കുഞ്ഞുങ്ങൾ പലയിടത്തും അകന്നു പോന്നു, വല്ലാതായി പോന്നു. ഞാൻ ശ്രദ്ധിച്ചു, എന്താ കുഴപ്പം? അവരിങ്ങനെ പലരെ താങ്ങി നടക്കുമ്പോൾ അവിടെ എവിടെ ഒരു വാക്കും ഉണ്ടാകും. ആ വാക്കും ഫില്ല് ചെയ്യേണ്ടത് ദൈവമാണ്. അപ്പം നിങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ ആ മക്കളെ കൂടെ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കും. അവേ അപ്പോൾ തന്നെ മലങ്കരയ്ക്ക് ദൈവം കൊടുത്ത, മലയാളിക്കരയിൽ കർത്താവ് കൊടുത്ത അനുഗ്രഹിതരായ ഒത്തിരി ദൈവദാസന്മാരുണ്ട്. അവരെല്ലാം ഓർത്തൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ലോകം മുഴുവൻ അവരെ കളിയാക്കുമ്പോൾ, ലോകം മുഴുവൻ അവരെ വെടക്കെന്നെണ്ണുമ്പോഴും അവർ ഈ ശുശ്രൂഷയുടെ മഹത്വം അറിഞ്ഞതുകൊണ്ടാണ് ഈ വേല മുമ്പോട്ട് പോകുന്നത്. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാണ്. നമ്മുടെ ഓർമ്മയിൽ വരുന്ന എല്ലാ ദൈവദാസന്മാരെയും ഒരു നിമിഷം ഒന്ന് ഓർത്തിട്ട്, താവേ അവരുടെ കൈകൾക്ക് ശക്തി കൊടുക്കണമേ. അവർക്ക് ഓർമ്മ കൊടുക്കണം, എന്നാലേ അവർക്ക് ഓർത്ത് പ്രവർത്തിക്കാനൊക്കത്തുള്ളൂ. അവർക്ക് അൽഷൈമേഴ്സ് ഉണ്ടാകരുത്, അവർക്ക് ഡിമിനിഷ്യ ഉണ്ടാകരുത്. എന്നാലേ അവർക്ക് ഓർമ്മയുണ്ടെങ്കിലല്ലേ പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. അവർക്ക് ഓർമ്മ കൊടുക്കണേ കർത്താവേ, ഓർമ്മ കൊടുക്കണേ, ഓർമ്മ കൊടുക്കണേ, അവർക്ക് ഓർമ്മ കൊടുക്കണേ, ഓർമ്മ കൊടുക്കണേ. ഒരായിരം പേരെ ഇങ്ങനെ നെഞ്ചിലേറ്റി പ്രാർത്ഥിച്ചു നടക്കുന്ന അവരുടെ ചങ്ക് പൊട്ടാതിരിക്കണമെങ്കിൽ അവരെ ഇങ്ങനെ ചങ്കോട് ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേര് വരും. ഇത് മനുഷ്യമായി തരുന്നതല്ല. കർത്താവ് നിങ്ങളെ വിളിച്ചാക്കുക, ഒരു വരം തരിക, ഒരു ദൗത്യം ഏൽപ്പിക്കുക. നിങ്ങളൊന്നും പുൾപ്പിറ്റിൽ നിന്ന് ശുശ്രൂഷിക്കപ്പെടുന്നവരാണ്. പുൾപ്പിറ്റിൽ നിന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് നിങ്ങളെ ഇന്ന് ഒരു വലിയ നിയോഗം ഏൽപ്പിക്കുക. ആ നിയോഗം കുടുംബങ്ങൾ ഇരുസര കൈകളും നീട്ടി മേടിച്ച്
അപ്പോൾ കർത്താവ് സഭയിൽ പരിപാലന വരം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കർത്താവ് നമ്മൾക്ക് തരുന്ന ഒരു നിയോഗമാണ്. ആ നിയോഗത്തെ ഇങ്ങനെ ചേർത്ത് പിടിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. അങ്ങനെ രോഗശാന്തികളുടെ വരം, പരിപാലന വരം, അതിന് മുകളിലുള്ളൊരു വരമാണ് ഈ പരിപാലന വരം എന്ന് പറയുമ്പം തന്നെ യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. പെട്ടകം ചുമന്നുകൊണ്ട് പുരോഹിതന്മാർ മുമ്പിൽ നടക്കും, തോളി ചുമന്നുകൊണ്ടാണ് വരുന്നത്. ജനമെല്ലാം അക്കരയ്ക്ക് പോകണം. ഞാനിത് ഈ അടുത്തിടെയായിട്ട് ഒത്തിരി അടുത്ത് പ്രസംഗിക്കുന്നൊരു കാര്യം. പുരോഹിതന്മാർ അവിടെ കാലെടുത്ത് എവിടെ വെച്ചു? യോർദാനിൽ വെച്ചു. അപ്പോൾ യോർദാൻ എന്തായി? രണ്ടായി. യോർദാൻ രണ്ടായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ഭുതമാണ്, വലിയ സംഭവമാണ്, മിറക്കിളാണ്. പക്ഷേ വെക്കുമ്പം യോർദാൻ രണ്ടായില്ല, എന്തു ചെയ്യും? രണ്ടായില്ലെങ്കിൽ യോർദാൻ്റെ തീരമല്ല എന്തു ചെയ്യും? കര കവിഞ്ഞ് ഒഴുകും. പക്ഷേ ആദ്യം ഇവരിറങ്ങിയെങ്കിലേ ഒത്തിരി പേർക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? അക്കരെ കയറാനൊക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം ഇറങ്ങിയതാരാ? പുരോഹിതൻ. ഈ പെട്ടകം എടുത്തുകൊണ്ട് എല്ലാവരും അക്കരയ്ക്ക് കയറുമ്പോഴും ഇവർ കയറിയാൽ വീണ്ടും ഇത് രണ്ടാകും. അതുകൊണ്ട് പുരോഹിതന്മാർ എവിടെ നിന്നു? നടുക്ക് നിന്നു. എല്ലാവരും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അക്കരയ്ക്ക് കയറി. എൻ്റെ ഒരു ഭാവന, എല്ലാവരും അക്കരെ കയറി കുടുംബമായിട്ട് ടെൻ്റൊക്കെ അടിച്ച് കിടക്കാൻ തുടങ്ങി. അതിലൊരു കുടുംബം ടെൻ്റ് അടിച്ചു, കുഞ്ഞിനെ ഉറക്കി. ഭർത്താവോട് പറഞ്ഞ് വന്ന് കിടക്കുക, നമുക്ക് ഉറക്കം വരുമെന്ന് പറഞ്ഞു. കുഞ്ഞടക്കി ചോദിച്ചു, മമ്മി പാസ്റ്റങ്ങൾ എന്ത് ചെയ്യും? അമ്മ പറഞ്ഞു, ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കാതെ കുഞ്ഞെന്ത് വെച്ചു? മാവ് വെച്ചാൽ പറഞ്ഞു. അവരെല്ലാം ഉറങ്ങി. പക്ഷേ ഒരു കുടുംബം കൂടെ ഉറങ്ങാത്തില്ല. ഏത് കുടുംബങ്ങൾ? പുരോഹിതന്മാരുടെ കുടുംബങ്ങൾ. അവർ ഉറങ്ങണമെങ്കിൽ ഇനി ആര് കയറണം? അവിടെ കയറി വരണം. അപ്പം ആദ്യം ഇറങ്ങേണ്ടത് പുരോഹിതൻ, ഒടുവിൽ കയറേണ്ടത് പുരോഹിതൻ. എല്ലാ വിളക്കുകളും വളഞ്ഞിട്ട് ഒരു വിളക്കിങ്ങനെ കാത്തിരിക്കും പുരോഹിതൻ വരാൻ വേണ്ടി. അപ്പോൾ ആദ്യം ഇറങ്ങിയത് പുരോഹിതനാണ്. ആദ്യം കാല് ചവിട്ടി. ഞാനിങ്ങനെ ഒത്തിരി ഇടത്തൊക്കെ പോയപ്പം കണ്ടു, ഒത്തിരി പ്രായമുള്ള ദൈവദാസന്മാരെ, പാസ്റ്ററേ, 50 വർഷം മുമ്പ് ഞാൻ ഈ ഗ്രാമത്തിൽ വന്നപ്പം ഒറ്റ വിശ്വാസിയില്ലായിരുന്നു, ഒറ്റ സഭയില്ലായിരുന്നു. പക്ഷെ ആദ്യം കാല് ചവിട്ടാൻ ഒരാളുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് പലയിടത്തും ദൈവസഭ ഉണ്ടായത്. ആദ്യം ചവിട്ടിയത് അവരുടെ കാലാണ്. പിന്നെ ആയിരക്കണക്കിന് അക്തികളുണ്ടായി. പക്ഷെ ആരും മറന്നു പോകരുത്, ആദ്യം ഒരാൾ ചവിട്ടാനുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് ഒത്തിരി പേരുടെ പാദങ്ങൾ അതിൻ്റെ പിന്നാലെ വന്നു. അപ്പോൾ ആദ്യം ചവിട്ടിവരെ എന്നും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. ആദ്യം അപ്പോഴും നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകണം. നമ്മുടെ ആയുസിൽ, ഈ കൊച്ചായുസിൽ ഒരു ഗ്രാമത്തിലെങ്കിലും ഒരു വാർഡിലെങ്കിലും ആരും ചവിട്ടാത്തടത്ത് കർത്താവേ നിനക്ക് വേണ്ടി ഒന്ന് പാദം ചവിട്ടി പ്രാർത്ഥിക്കാനെങ്കിലും ഈ കൊച്ചായുസിന് എനിക്കൊരവസരം തരണമെന്ന് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്നുകൊണ്ട് ഒരു കാല് പോലും ചവിട്ടാത്ത വാർഡുകൾ, ബൂത്തുകൾ, പഞ്ചായത്തുകൾ, അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഒരു പാദത്തെ വേണം. അവിടെ ചവിട്ടി അനേകർ, അതുകൊണ്ടാണ് ഇന്നും അനേകർ അവിടെ എഴുന്നേക്കുവാനിടയായി തീർന്നത്. പരിപാലനവരം. അടുത്ത വരമാണ് സഹായം ചെയ്യാനുള്ള വരം. എല്ലാവരും പറഞ്ഞേ, സഹായം ചെയ്യാനുള്ള വരം. സഹായം ചെയ്യാനുള്ള വരം, അതൊരു വരമാണ്. എന്ത് വരം? സഹായം ചെയ്യാനുള്ള വരം. അത് വരമായിട്ടാണ് വേദവസം പഠിപ്പിക്കുന്നത്. സഹായം ചെയ്യുക. എല്ലാവരും പറഞ്ഞ് സഹായം ചെയ്യുക. മനുഷ്യന് ഒരു കൊച്ചായുസാണുള്ളത്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ കൊച്ചായുസ് നമ്മളിങ്ങനെ അങ്ങ് വഴക്കും മല്ലും ഇറിറ്റേറ്റഡൊക്കെ ആയിട്ട് അങ്ങ് കളയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ മംഗലാപുരത്ത് പോയി. അപ്പോൾ മംഗലാപുരത്ത് എനിക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ചിന്തിച്ചതേ, മംഗലാപുരത്ത് പോകുമ്പോൾ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി, രാത്രി മലബാർ എക്സ്പ്രസ്സിന് മംഗലാപുരത്ത് പോവുക. അപ്പോൾ എൻ്റെ ചാച്ചിൽ എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അവരെന്നെ കൊണ്ട് തിരുവല്ലായി വിട്ടു, റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. അപ്പോൾ ഇനി ട്രെയിൻ വരെ 1/2 മണിക്കൂറോടുണ്ട്. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, കുഞ്ഞുങ്ങൾ പൊക്കോ, നേരത്തെ പോയി വീട്ടിൽ കിടന്നുറങ്ങാം, ഞാൻ കയറി പൊക്കോളാം. അപ്പോൾ അവർ പറഞ്ഞു, അച്ചാച്ച അത് ഒക്കത്തില്ല. എന്താ കാര്യം ചോദിച്ചാൽ, ചേച്ചി പറഞ്ഞ് വിട്ടിട്ടുണ്ട് അച്ചാച്ചനെ ട്രെയിനെ കയറ്റി പെട്ടിയെടുത്ത് അകത്ത് വെച്ചിട്ടേ പോകാം, കാരണം ഞാൻ ഈ അവിടെ നിന്ന് ഉറങ്ങിപ്പോകുന്ന ഒരാളാണ്.
അപ്പോൾ അച്ഛനെ അവിടെ കയറ്റി വിട്ടിട്ടേ പോകാമെന്ന് ചേച്ചി പറഞ്ഞാൽ വിട്ടത്. ശരി, എന്നാൽ പിന്നെ അവർ പോത്തില്ല, അവരെന്നെ കയറ്റി വിട്ടിട്ടേ പോത്തു. അവരെന്നെ കയറ്റി വിട്ടു. ഞാൻ മംഗലാപുരത്ത് ഇറങ്ങിയപ്പോൾ എൻ്റെ സുഹൃത്തെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരന്മാർ പുറത്ത് നിൽപ്പുണ്ട്, വേണേ ഏത് പ്ലാറ്റ്ഫോമായി എവിടെ അത് പറഞ്ഞ് അവരകത്ത് വരും, പെട്ടി എടുത്തുകൊണ്ട് വരും. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞ്, എൻ്റെ ഒരു ബ്രീഫ് കേസ് ഉള്ളൂ, അത് ഞാൻ എടുത്തുകൊണ്ടങ്ങ് വന്നോളാം, അതിനുള്ളിൽ കാര്യമൊന്നുമില്ല, നമ്മളെ അങ്ങനെ കൊച്ചാക്കാം, ഞാനങ്ങ് വന്നോളാം. അപ്പം ഞാനിങ്ങനെ എസ്കലേറ്ററിൽ കയറി മേളിൽ ചെന്നു, തിരിച്ച് വന്നു, എസ്കലേറ്റർ താപ്പോട്ട് ഇറങ്ങുന്നു. അത് സ്റ്റീപ്പാണ്, റെയിൽവേ ബ്രിഡ്ജ് ആയതുകൊണ്ട് കടലമല്ലേ, സ്റ്റീപ്പ് ഒരു എസ്കലേറ്റർ ഇറങ്ങോട്ട്. ഞാനവിടെ ഇന്നപ്പോൾ ഒരു കാഴ്ച കണ്ട്, ചങ്ക് പൊട്ടിപ്പോയൊരു കാഴ്ച. ഒരു 4 സ്റ്റെപ്പ് ആയിരിക്കും, ഇങ്ങനെ താപ്പോട്ട് ഒഴുകുമല്ലേ ഈ സ്റ്റെപ്പുകൾ. ഈ ഒഴുകുന്ന സ്റ്റെപ്പേന്ന് ഒരു 3-4 സ്റ്റെപ്പേന്ന് ഒരു 80-85 വയസ്സുള്ളൊരു അപ്പച്ചൻ കയ്യിലൊരു തോളിലൊരു പാണ്ടക്കെട്ട് കയ്യിലൊരു കാലം കൊണ്ട് അപ്പച്ചൻ തിരിച്ച് കയറുക. താപ്പോട്ട് ഇത് കയറുമ്പം തിരിച്ച് കയറിയാൽ എന്താ പറ്റും? താപ്പോട്ട് തന്നെ പോകുമ്പോൾ നമ്മളിങ്ങനെ എത്ര ബാലൻസ് ഉണ്ടെങ്കിലും ഒന്ന് സൂക്ഷിച്ചാൽ നിൽക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ അപ്പച്ചനെ കടിച്ച് അകത്ത് വലിച്ച് ഒരു തരത്തി കയറ്റി നിർത്തി. എന്നിട്ട് അപ്പച്ചൻ്റെ ഈ പാണ്ടക്കെട്ടും ഇതെല്ലാം കുറേ ബാഗും എല്ലാം ഉണ്ട്. ഞാനിതെല്ലാം മേടിച്ച് തുളയിട്ടിട്ട് പറഞ്ഞു, അപ്പച്ചനൊന്നും ചെയ്യണ്ട, അത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി നിൽക്കുക, താഴെ ചിരുമ്പോൾ ഇറങ്ങിപ്പോൾ. ശരി മോനെ, ഇതെല്ലാം മേടിച്ച് ഞാൻ കൈ പിടിച്ചു, കടയും അപ്പച്ചൻ്റെ വടിയും എല്ലാം മേടിച്ച് വെച്ച് അപ്പച്ചൻ സ്റ്റെപ്പിലോട്ട് കയറി. 2-3 സ്റ്റെപ്പ് അപ്പച്ചൻ മുമ്പോട്ട് പോയിട്ട് അപ്പച്ചൻ ഈ സ്റ്റെപ്പിൽ അങ്ങ് ഇരുന്നു. ഈ സ്റ്റെപ്പിൽ ഇരുന്നാൽ താഴെ വരുമ്പോൾ എന്തോ പറ്റും? നിന്നാൽ പോലും നമ്മളവിടെ വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ വീഴും, അല്ലേ? വീഴും. അപ്പോൾ ഇരുന്നാലോ? പിന്നെ മംഗലാപുരത്താണ് ഞാൻ. സത്യത്തിൽ നമ്മൾ ഈ മലയാളിക്കൊരു കുഴപ്പമുണ്ട്, എസ്റ്റംബറായിട്ടൊരു വിഷയം ഉണ്ടായാൽ നമുക്ക് എന്തേ വരത്തുള്ളൂ. എസ്റ്റംബറായിട്ട് വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വരുമോ മലയാളം വരുമോ? പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡായിട്ടൊരു കാര്യം വരുമ്പോൾ നമ്മുടെ മാതൃഭാഷയെ വരത്തുള്ളൂ. അപ്പം മംഗലാപുരം അന്ന് മറന്നുപോയി. ഞാൻ അവിടെ കിടന്നു അല്ലറി പിടിച്ചോ വരുന്നേ പിടിച്ചു നല്ലറി. ഇപ്പം താഴെ വന്ന് ആരാണ്ട ചേച്ചിമാരൊക്കെ ഓടി വന്ന് പൊക്കിയെടുത്ത്, അതുകൊണ്ട് ഒന്നും പറ്റിയില്ല, പൊക്കിയെടുത്ത് ഇഷ്ടം വെച്ച് ഞാൻ ഈ പുറകെ കെട്ടെല്ലാം എടുത്തുകൊണ്ട് വന്നു. അപ്പച്ചാ എന്ത് പറ്റി? ഒന്നുമില്ല. അപ്പച്ചാ ഇവിടെ പോവാ, ക്യാൻസർ സെൻ്ററിൽ പോവാം. ആരും ഇല്ല അപ്പച്ചാ കൂടെ. മക്കളൊക്കെ ഉണ്ട് മോനെ, 3 മക്കളുണ്ട്. മാനിന അവരെ എല്ലാവരും ജോലിക്കാരാണ്, തിരക്കാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവരെ നിർബന്ധിച്ചില്ല. നല്ല ഒറ്റയ്ക്കാണോ മോനെ? എന്തോ ചെയ്യാനാണ്, മക്കൾക്കൊക്കെ തിരക്കായി പോയടാ. പൊന്നു മക്കളെ, കൂടെ വരാൻ ഒരുത്തി ഉണ്ടായിരുന്നു, 3 വർഷം മുമ്പ് അങ്ങ് പോയി. അതെന്നെ വല്ലാതെ. കൂടെ വരുത്താൻ ഒരുത്തി ഉണ്ടായിരുന്നു, അവളെന്ത് ചെയ്തു? 3 വർഷം മുമ്പ് പോയി, ഒറ്റയായിപ്പോയി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കൂടെ വരാനുള്ളവരെ എപ്പോഴും എവിടെ നിർത്തിക്കോണം? കൂടെ നിർത്തിക്കോണം. കാരണം ഇവരെ ഉള്ള എന്ത് വരാൻ? കൂടെ വരാൻ. അതുകൊണ്ടാണ് ഈ കൊരിന്ത്യലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും. 1 കൊരിന്തി 7. സ്വന്തം ഭാര്യയും സ്വന്തം ഭർത്താവ്. സത്യത്തിൽ ഈ ഭൂമി സ്വന്തമെന്ന് പറയാൻ ആരേ ഉള്ളൂ? അവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഇതൊരു കൊച്ചായുസാണ്. ഈ കൊച്ചായുസാണ് തീരുമാനിക്കുന്നത് നാളെ നമ്മൾ എന്തായി. നമ്മൾ എന്താണെന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സമയം നമ്മുടെ ശവടക്കാണ്, അല്ലേ? നമ്മൾ ഒരു പരിധി വരെ നമ്മൾ എന്താണെന്ന് തീരുമാനിക്കുന്നത് എന്താണ്? ശവടക്കാണ്. കൊച്ചായുസാണ്. ഇത്രയും ദിവസമല്ലേ ഉള്ളൂ, ഇത്രയും ദിവസവും. ഈ സഹായം ചെയ്യാനുള്ള വരം, ഇതിനെക്കുറിച്ച് 2 കൊരിന്തി 8-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 2 കൊരിന്തി 8-ാം അധ്യായം. അതാണ് ഈ പല സഭകൾ വേദപുസ്തകത്തിലുള്ളതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ നിയമത്തിലെ സഭയൊന്നാണ്, ഒരു മോഡലാക്കേണ്ട സഭയാണ് മക്കതോന്യ സഭ. ഈ മക്കതോന്യ സഭയ്ക്ക് ഈ വരം ഉണ്ടായിരുന്നു. ഓരോ അവയവത്തിനും ഓരോ വരം കൊടുത്തു. മക്കതോന്യ സഭയ്ക്ക് ലഭിച്ച വരം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ കഷ്ടത എന്ന കഠിന ശോധനയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ച് പ്രാപ്തി പോലെയും പ്രാപ്തിക്കും മീതെയും സ്വമേധ കൊടുത്തു എന്നതിന് ഞങ്ങൾ സാക്ഷിയാകും. അവിടെയാണ് നമ്മൾ വലിയൊരു വാക്യം കാണുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടത് അവൻ നിങ്ങൾ നിമിത്തം ആരായി തീർന്നു? ദരിദ്രനായി തീർന്നു. ഇത് ഭയങ്കര ഒരു എക്സ്ചേഞ്ചാണ്. ദൈവം ആരായിരുന്നു? സമ്പന്നനായിരുന്നു. നമ്മൾ നിമിത്തം ആരായിട്ട് മാറി? ദരിദ്രനായി മാറി. എന്നിട്ട് നമ്മളെ എന്താക്കി? സമ്പന്നൻ. ഉറക്കെ പറഞ്ഞ് നമ്മളെ എന്താക്കി? സമ്പന്നൻ. ഒന്നുകൂടെ പറഞ്ഞ് നമ്മളെ എന്താക്കി? സമ്പന്നനാക്കി. സ്വതന്ത്രം പറഞ്ഞേ, അല്ലേ? നമ്മളെ എന്താക്കി? സമ്പന്നരാക്കി. എന്തിനാണ് സമ്പന്നരാക്കിയത്? ഇതാണ് 12-ാം വാക്യം കാണുന്നത്. ഒരുത്തന് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ, ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. 13-ാം വാക്യം, മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരണമെന്നല്ല, സമത്വം വരണം. സമത്വം വരണം. ഒരാൾക്ക് സുഭിക്ഷവും ഒരാൾക്ക് ദുർഭിക്ഷവും എന്നല്ല, എന്ത് വരണം? സമത്വം വരണം. എന്താ ഈ വേദപുസ്തകത്തിലെ ഒരു കാര്യം, നമുക്ക് ദൈവം പണം തരുമ്പോൾ അനുഗ്രഹത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ആരാണ് അനുഗ്രഹിക്കപ്പെട്ടത്? അപ്പം നമ്മൾ സമ്പന്നരാണോ എന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്ന് നമുക്കൊന്ന് ഈ
മനുഷ്യന് ദൈവം എന്തിനാണ് പൈസ കൊടുക്കുന്നത്? മനുഷ്യനെ ദൈവം എന്തിനാണ് സമ്പന്നാക്കുന്നത്? നമുക്ക് സുഭിക്ഷം വരുന്നത് ആരെ ഓർക്കാൻ വേണ്ടിയാണ്? ദുർഭിക്ഷത്തിൽ ഇരിക്കുന്നവരെ എന്ത് ചെയ്യണം? ഓർക്കാൻ വേണ്ടി. ഉറക്കെ പറഞ്ഞ് ആരെ ഓർക്കാൻ? ദുർഭിക്ഷത. ഈ മനുഷ്യന് ഈ പൈസ എന്നൊക്കെ പറയുന്നത് ഇത്രയ്ക്കിത്രയേ ഉള്ളൂ. ആരാ മനുഷ്യൻ? സുഭിക്ഷം ആർക്ക് ഒതുങ്ങണം? ദുർഭിക്ഷത. എന്നിട്ട് പറയാണ് 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളെ എന്തിനാ ദൈവം ഇങ്ങനെ ആക്കിയിരിക്കുന്നത്? 9-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, ഇങ്ങനെ ദൈവം നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കും, എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും. അപ്പോൾ വിതച്ചാൽ അതിനെ ദൈവം എന്ത് ചെയ്യും? പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. 11-ാം വാക്യം, ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായി. ഭയങ്കര കാര്യമാണ്. ദൈവത്തിന് ഞങ്ങളാൽ എന്ത് വരാൻ? സ്തോത്രം വരുവാൻ കാരണമായ ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും എന്താകും? സമ്പന്നന്മാരാകും. അപ്പം ദൈവം നമ്മളെ എന്താക്കും? ഉറക്കെ പറഞ്ഞ് എന്താക്കും? സമ്പന്നരാക്കും. സമ്പന്നരാക്കിയതിൻ്റെ തെളിവെന്താ? ദൈവത്തിന് നമ്മളാൽ എന്ത് വരണം? സ്തോത്രം. എന്നു പറഞ്ഞാൽ നമ്മളെ ഓർക്കുന്നവർ ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? എന്നാലേ നമ്മൾ ആരാകത്തുള്ളൂ? സമ്പന്നന്മാരാകത്തും. നമ്മളെ ഓർക്കുന്നവർ ദൈവത്തിന് എന്ത് ചെയ്യട്ടെ? സ്തോത്രം ചെയ്യട്ടെ. ഉറക്കെ പറഞ്ഞ് നമ്മളെ ഓർക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അപ്പോൾ ചിലരെ ഓർക്കുമ്പോൾ നമുക്ക് എന്തോ വരും? സ്തോത്രം വരും. അപ്പം നമ്മളെ ഓർക്കുന്നവർ എന്ത് ചെയ്യണം? സ്തോത്രം വരും. അതിനാണ് ദൈവം നമ്മളെ എന്താക്കുന്നത്? സമ്പന്നരാകും. എന്നിട്ട് പറയുകയാണ്, ഈ നിങ്ങൾ സമ്പന്നരാകും. ഈ ധർമ്മശകൻ മുട്ടു തീർക്കുന്നതല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ എന്തായിത്തീരുന്നു? കാരണമായിത്തീരുന്നു. ഇനി അടുത്ത വാക്യം 13-ാം വാക്യം, ഈ സഹായത്തെ തെളിയുന്ന സിദ്ധത ഹേതു സ്വഭാവഹേതുവായി ക്രിസ്തുവിന് സുശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണ നിമിത്തവും അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യ നിമിത്തവും അവർ ദൈവത്തെ എന്ത് ചെയ്യും? മഹത്വപ്പെടുത്തും. അടുത്ത വാക്യം, നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണാൻ വാഞ്ചിച്ച് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ഇതൊരു വലിയ കാര്യമാണ്. അവർ സമ്പന്നരായതിൻ്റെ തെളിവെന്താ? തെളിവ് അവരെ കാണാൻ വ്യക്തികൾ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. ആഗ്രഹിച്ചിട്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അപ്പോൾ എല്ലാ സമ്പന്നരെയും കാണാൻ ആരും ആഗ്രഹിക്കത്തില്ല. തോന്നലാണ്. എൻ്റെ നാട്ടിൽ എന്തോരം പണക്കാരുണ്ട്, ആരെങ്കിലും അങ്ങോട്ട് പോമോ? ഇല്ല. ക്രിസ്മസ് കരോളുകാർ പോലും പോത്തില്ല. കരോള് പിള്ളേരോട് നമ്മൾ പറയണം ഒന്ന് കയറിയിട്ട് പോകാൻ, അവർ പറയും പോത്തില്ല. അവർ പിന്നെ പണി കൊടുക്കും. അവിടുത്തെ അച്ഛൻ്റെ തുണി എടുത്ത് അപ്പുറത്ത് കൊണ്ടിടും. അത് പണ്ടത്തെ പിള്ളേരുടെ പണിയാണ്. കണ്ടിട്ടില്ലേ? അപ്പുറത്തെ അമ്മച്ചിയുടെ തുണി കൊണ്ടത് അതൊക്കെ വിട്ടത് ഇവർ പൈസ കൊടുക്കാത്തവർക്കാണ് പണി കൊടുക്കുന്നത്. നല്ല ഒരു 100 രൂപ കൊടുത്ത് ഒരു കൊട്ടൻ കപ്പിയും കൊടുത്ത് വിട്ടാൽ പിള്ളേർ പണി കൊടുക്കുമോ? ചില അമ്മച്ചിമാരുണ്ട് കേക്കൊക്കെ മേടിച്ച് വെച്ചേക്കും. അവർക്കിട്ട് അമ്മച്ചി പിള്ളേർ പണി കൊടുക്കും. പിള്ളേർ ഭയങ്കര ഡീസൻ്റാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അവർക്ക് ഭയങ്കര എത്തിക്സാണ്. അവരങ്ങനെ ദോഷവും ചെയ്യത്തില്ല. നമ്മുടെ ചിന്തയാണ് ജീവിച്ചിരിക്കുമ്പോൾ നല്ലപോലെ ജീവിച്ചാലേ നമ്മളെ കാണാൻ എന്ത് ചെയ്യത്തുള്ളൂ? ആഗ്രഹിക്കത്തുള്ളൂ. എന്നിട്ട് അവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ഈ വരമാണ് എന്ത് വരം? സഹായം ചെയ്യാനുള്ള വരം. ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്. ഇന്ന് സഭ എന്ന് പറയുന്ന ഒരു ബോഡിയാണ്. എനിക്ക് ചിലപ്പോൾ രാത്രി 12 മണിക്ക് നമ്മുടെ സഭയുടെ ഒരു ആവശ്യം വരും. ഒരാൾ ആശുപത്രി പോകുന്നു, അല്ലെ അങ്ങോട്ടൊന്ന് പോകണം, ഇങ്ങോട്ടൊന്ന് പോകണം. ആരെയാണ് വിളിക്കുന്നത്? അവരെ വിളിക്കാൻ ഫോൺ എടുക്കുമ്പം വേണ്ട, അവർക്ക് രാത്രിയാണ് ബുദ്ധിമുട്ടാവും. ഇവരെ വിളിക്കാൻ ഫോൺ എടുക്കുമ്പം ബുദ്ധിമുട്ടാവും. എന്നാൽ 1-2 സഹോദരന്മാരുണ്ട്, ഏത് രാത്രിയും നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം. എത്ര ക്ഷീണിച്ച് അവരെ കിടന്നു വെച്ചാൽ അവരെ വിളിച്ചാൽ അത് കുഴപ്പമില്ല, അവർക്ക് ബുദ്ധിമുട്ടായാലും സാരമില്ല, അത് ഞാൻ തീർത്തോളാം. അത് നമുക്കൊരു ബോധ്യമാണ്. അതെന്ത് ബോധ്യമാണ്? ഏത് ആവശ്യത്തിലും എന്നെ വിളിക്കാമെന്നൊരു ബോധ്യം എന്നിലുണ്ടെങ്കിലേ നമ്മളെ ഒരാൾ എന്ത് ചെയ്യത്തുള്ളൂ? വിളിക്കത്തുള്ളൂ. കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ്, ഒരാവശ്യം വരുമ്പോൾ എൻ്റെ ശുശ്രൂഷകൻ ആദ്യം ആരെ ഓർക്കണം? എന്നെ ഓർക്കണം. അതിനകത്തൊരു കോമ്പറ്റീഷൻ വേണം. ഒരാവശ്യം വരുമ്പോൾ ഞാനിപ്പോൾ എത്രയോ വട്ടം സൗര തൻ്റെ ഇന്ന കാര്യം ഒന്ന് അറേഞ്ച് ചെയ്തേക്കണം, ഞാനിവിടെ ഇല്ല എന്ന് നമുക്ക് പറയാൻ ഒക്കുന്ന ചിലരുണ്ട്. അവരെക്കുറിച്ച് ദൈവത്തിനൊരു ബോധ്യമുണ്ട്. അവർക്ക് എന്ത് വരമുണ്ട്? സഹായം ചെയ്യാനുള്ള വരമുണ്ട്. ഏത് രാത്രിയിലും ആദ്യത്തെ വിളി ഒരാവശ്യത്തിൽ അവരായി കഴിഞ്ഞാൽ അതൊരു വരമാണ്. ഇന്ന് രാത്രി ഈ പകൽ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? എൻ്റെ പ്രാദേശിക സഭയിൽ എൻ്റെ ദൈവദാസനോ സഭയ്ക്കോ ഒരാവശ്യം വന്നാൽ ഫസ്റ്റ് കോൾ എനിക്ക് വരണം, അതാണ് എൻ്റെ വിളി. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടോ? ദൈവത്തോട് പ്രാർത്ഥിച്ച്. അത് ഈ ആവശ്യം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയൊന്നും അല്ല. സാമ്പത്തികം സെക്കൻഡറി അല്ലേ. സാമ്പത്തികം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. എന്നാൽ സൗര 2 മണിയായി, ഇന്ന ആവശ്യമുണ്ട്, എഴുന്നേറ്റ് പ്രാർത്ഥിച്ചേ എന്ന് പറയാനൊരു വിളിയെങ്കിലും വേണ്ടേ? അല്ലെങ്കിൽ ഇന്ന ആർക്കൊരു ആവശ്യമുണ്ടായി, ആശുപത്രിയിൽ പെട്ടെന്ന് വരണം എന്ന് പറയാനൊരു വിളി വേണ്ടേ? അതാണ് ദൈവസഭയുടെ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ. കർത്താവെ, എൻ്റെ ആ ദൈവദാസന് ഒരാവശ്യം വന്നാൽ എൻ്റെ പ്രാദേശിക സഭയിൽ നിന്ന് ഇന്ന ആവശ്യമുണ്ട്, സഹോദരൻ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് വിളിക്കത്തക്കവണ്ണം ഒരു ഇൻക്യുബേഷൻ ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ വിളിക്കത്തക്കവണ്ണം ഇതൊരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചാണ്. എൻ്റെ
എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറിയെന്ന് ദൈവത്തിന് ബോധ്യം വരത്തക്കവണ്ണം ഈ ഉപവാസ പ്രാർത്ഥന എനിക്കൊരു ചേഞ്ച് ഉണ്ടാകണമേ എന്ന് അങ്ങനെ മാറ്റം ഉണ്ടായൊരു ഗുണമുണ്ട്. ദൈവം നിങ്ങൾക്ക് സഹായം ചെയ്യാനുള്ള വല്ല കാര്യങ്ങളും ചെയ്തു തരും. എന്താണെന്നറിയാമോ? നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം, ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. എന്ത് മാറണം? ആറ്റിറ്റ്യൂഡ് മാറണം. ഇന്ന് മനുഷ്യൻ സ്വാർത്ഥതയുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഈ ഗുഡ് സമരിറ്റൻ്റെ കഥയിലൊരു കാര്യം കാണുന്നുണ്ട്. ശമരിയക്കാരൻ എങ്ങോട്ട് പോവുകയാണ്, പോകുന്ന കഥയ്ക്ക് മുമ്പിൽ ഒരു കള്ളം വന്നിട്ട് അതുവഴി പോയ യാത്രക്കാരനെ എന്ത് ചെയ്തു? യെരുശലേമിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? എരിഹോവിലേക്ക്. സിമ്പിളായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനേ ഉള്ളൂ. യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ആര് പിടിച്ചുകൊണ്ട് പോയി? കള്ളം പിടിച്ച് അർത്ഥപ്രാണമായിട്ട് വിട്ടേച്ച് പോയി. അതുവഴി ആര് വന്നു? പുരോഹിതനും ലേവിനും വന്നു. അവരും കണ്ടിട്ട് കാണാത്തവരെ പോലെ പോയി. അതുവഴി ആര് വന്നു? ശബരി. മൂന്ന് ആറ്റിറ്റ്യൂഡാണ്. കള്ളൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? കള്ളൻ്റെ ആറ്റിറ്റ്യൂഡ് ഇത്രയേ ഉള്ളൂ: നീ ഇങ്ങോട്ട് വരുന്നു, നിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ആടെ കൈ വരണം, നിൻ്റേതെല്ലാം ആർക്ക് വേണം? എനിക്ക് വേണം. ഇതാരുടെയാണ്? ആരുടെ പ്രിൻസിപ്പിൾ? കള്ളൻ്റെ പ്രിൻസിപ്പിൾ. അതുവഴിയാണ് ആര് വന്നത്? ശമരിയക്കാരനും പുരോഹിതനും വന്നു. ഇവരാണ് എന്ത് പറയും? ഇവരാണ് സോക്കോൾഡ് വിശ്വാസികളാണ് ഈ ശമരിയക്കാരനും പുരോഹിതന്മാരും. ഞാനാണ് എൻ്റെ ഭാവനയെ കാണുകയാണ്. അവർ സഭയെ വന്നിട്ട് ഒരു ചിറ്റ് കൊടുത്തു: ഇന്നത്തെ ആരാധനയിൽ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ സംഗീതത്തിന് സാക്ഷ്യത്തിന് അവസരം തരണമെന്ന് പറഞ്ഞ് 5 മിനിറ്റ് അവർ പാട്ടും പാടി എഴുന്നേറ്റു. എണ്ണി സ്തുതിക്കുവാൻ എണ്ണം വെച്ച വൈരിയൻ കണ്ണി മുമ്പിൽ പതറാതെ കൺമണി പോലെ കാത്തു. എന്താ കാര്യം എന്നറിയാമോ? പ്രിയരേ, ഞങ്ങൾ കുടുംബമായി ആരാധനയ്ക്ക് വരുന്ന വഴി ഞങ്ങളുടെ ടയർ പഞ്ചറായി സ്റ്റെപ്പിനി ഇല്ലായിരുന്നു. ചുരുക്കത്തിൽ ഞങ്ങളത് ടയർ മാറാൻ വേണ്ടി ഒരു 15 മിനിറ്റ് എടുത്തു. 15 മിനിറ്റ് ഞങ്ങൾ അങ്ങോട്ട് വേർത്ത് കുളിച്ച് അവിടെ നിൽക്കുമ്പോൾ ഒരു മഞ്ഞ മാരുതി എസ്റ്റിലോ കാറ് ചീറി പാഞ്ഞ് പോകുന്നത് ഞങ്ങൾ കണ്ടു. കളർ കണ്ടതുകൊണ്ട് ശ്രദ്ധിച്ചു. ഞങ്ങൾ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് നോക്കുപോലും ചെയ്തവർ പോയി. ഞങ്ങൾ ടയർ മാറി തിരിച്ചു വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച, ആ കാറിനെ തടഞ്ഞു നിർത്തി ഗ്ലാസ്സെല്ലാം അടിച്ചു പൊട്ടിച്ച് എല്ലാം മൂട്ടിച്ചുകൊണ്ട് അയാൾ അവിടെ കിടക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ കാറിനെ പഞ്ചറാക്കി ഇല്ലായിരുന്നെങ്കിൽ ആ കള്ളൻ്റെ കയ്യിൽ ഞങ്ങൾ പെട്ടനെ. ഞങ്ങളെ പഞ്ചറാക്കി ഇവനെ അവിടെ പിടിപ്പിച്ച് കണ്ട് ആൻ്റെ കൈ പൊക്കി. ദൈവത്തിന് സ്തോത്രം. അതാണ് വിശ്വാസിയുടെ ഫിലോസഫി. എന്താ ഫിലോസഫി? അവനൊന്ന് കണ്ടിട്ടങ്ങ് പോയില്ലേ? ഞങ്ങൾ പഞ്ചറായില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ പിടിച്ചിന്. അവർ പറയുന്നത് എന്താണെന്നറിയാമോ? നിൻ്റേതൊന്നും എനിക്ക് വേണ്ട, പക്ഷേ എൻ്റേതൊന്നും നിനക്ക് തരത്തില്ല. ഞാനും എൻ്റെ കുടുംബം പോകും, ഞങ്ങളിങ്ങനെ യഹോവയെ സേവിച്ച് കൊടുക്കുക. നിൻ്റേതൊന്നും എനിക്ക് വേണ്ട, എൻ്റേതൊന്നും നിനക്ക് തരത്തില്ല. സ്തോത്രം. ഇതാണ് ആര് നമ്മുടെ പലതരം ഫിലോസഫി. അതിൽ സ്തോത്രം. ആരുടെ ഒന്നും എനിക്ക് വേണ്ട, ഞാൻ ആർക്കും 5 പൈസ ഇന്ന് വരെ കൊടുക്കാനില്ല. ഉണ്ടോ? ചിലക്ക് ജീവിതത്തിൽ ഇച്ചിരി കൊടുക്കാനൊക്കെ വേണമെന്നേ, ശകലം കടമൊക്കെ വേണം, എന്നാൽ ഈ കടം മേടിക്കുന്നതിൻ്റെ സുഖമൊക്കെ അറിയത്തുള്ളൂ. ഞാൻ ആർക്കും 5 പൈസ കൊടുക്കാനില്ല, ഞാൻ ആരുടേതും 5 പൈസ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. അതാണ് ഈ കുഴപ്പം. 5 പൈസ വാങ്ങിയായിരുന്നെങ്കിൽ 5 പൈസ എന്ത് ചെയ്യേണ്ട വന്നതിന് കൊടുക്കാനുള്ള സുഖം അറിഞ്ഞേ ഒന്നുമില്ല. പക്ഷേ അപ്പോഴാണ് ഈ ശമരിയക്കാരൻ വരുന്നത്. ശമരിയക്കാരൻ പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റേത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടി കൂടാണ്. നിനക്കൊന്നും എനിക്ക് തരാനില്ലെന്നറിയാം, പക്ഷേ എൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്ക് വേണ്ടി കൂടാ. 3 ഫിലോസഫിയാണ് ലോകത്തിനുള്ളത്. 1, നിൻ്റേതെല്ലാം ആർക്ക് വേണം? എനിക്ക് വേണം. ആരുടെ ഫിലോസഫി? കള്ളൻ്റെ ഫിലോസഫി. 2ാമത്തെ ഫിലോസഫി, നിൻ്റേതൊന്നും എനിക്കും വേണ്ട, എൻ്റെ ഒന്നും നിനക്കും വേണ്ട. ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മക്കളും. ഞാനും ഭാര്യയും മക്കളും. അപ്പനില്ല, അമ്മയില്ല, കൂടപ്പുറപ്പില്ല, സഭയില്ല, ആരുമില്ല. ഞാനും ഭാര്യയും മക്കളും. എന്നിട്ടെന്തോ പറ്റും? എന്നിട്ടെന്തോ പറ്റാൻ? മക്കൾ അവരുടെ പണിക്ക് പോവും. അപ്പോട്ടെ, ഞാൻ പറയുന്നില്ല. അവസാനം ഒറ്റ ഞാനും ഭാര്യയും മക്കളും. എന്നാൽ കുറച്ചുകൂടെ വെന്റിലേഷൻ ഉള്ളവരുണ്ട്. എൻ്റെതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്ക് വേണ്ടി കൂടാ? ഇവർക്ക് വേണ്ടി. അവരെ നമ്മൾ എന്ത് ചെയ്യും? ഒരാവശ്യം വരുമ്പോൾ അവരെ എന്ത് ചെയ്യും? ഓർത്താൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. പരമാർത്ഥ പ്രിയരെ, ചിലരൊക്കെ ഓർത്താൽ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ അവർ ആയുസോടെ കിടക്കണം. കാരണം അവർ ആയുസോടെ കിടക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ദൈവസഭയുടെ ആവശ്യം. ഇന്ന് രാത്രി പകലെ കർത്താവിനൊന്ന് പ്രാർത്ഥിക്കാമോ? എന്നെ ഓർക്കത്തണം. ആരോർക്കണം? ഇവിടെ ഒരു ആവശ്യം ഉണ്ടാകുകയാണ്. ആ ആവശ്യത്തിൽ ദൈവദാസൻ ആദ്യം ആരെ ഓർക്കണം? എന്നെ ഓർക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അതാണ് സഭ. അങ്ങനെ ഒരു 10 പേരുണ്ടെങ്കിൽ സഭയാണ്. ഏത് രാത്രിയിലും ചുമ്മാ അത് ഫോൺ ചെയ്ത് എഴുതേക്ക് പറഞ്ഞു അതാണ് ഇങ്ങോട്ട് പോ എന്ന് പറയാൻ ധൈര്യമായിട്ട് വിളിക്കാൻ 10 പേരുണ്ടെങ്കിൽ അതാണ് ദൈവസഭ. ഇന്ന് രാത്രി എത്ര പേര്, ഈ പകൽ എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും? എന്നെ ഓർക്കണം. എൻ്റെ ദൈവദാസനെ ഏത് ആവശ്യത്തിലും എന്നെ വിളിക്കത്തക്കവണ്ണം, എന്നിൽ ദൈവത്തിനൊരു ബോധ്യം ഉണ്ടാകത്തക്കവണ്ണം എൻ്റെ ആറ്റിറ്റ്യൂഡൊന്ന് മാറാൻ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? ദാറ്റ് ഈസ് വാട്ട് ഈസ് ചർച്ച്. കർത്താവെ അവരെന്നെ ഓർക്കണം. എന്നിട്ടാണ് പറയുന്നത് പറഞ്ഞു തീരാത്ത ദാനം. എന്നെ ഓർക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നിയല്ലോ. ഈ ആവശ്യത്തിൽ എന്നെ തന്നെ ഓർത്തല്ലോ കർത്താവെ. ആ ദാനത്തിന് ഞാൻ നിനക്ക് എന്ത് ചെയ്യുന്നു? വേറെ ആരെ ഓർക്കാതെ എന്നെ ദൈവം ഓർപ്പിച്ചല്ലോ. എൻ്റെ പേരാണല്ലോ ദൈവദാസൻ ഓർത്തത്, എൻ്റെ പേരാണല്ലോ തമ്പുരാൻ ഓർത്തത്, എന്നെയാണല്ലോ ഇതിന് വിളിച്ചത്. അതിന് ദൈവത്തിന് എന്ത് ചെയ്യണം?
സ്തോത്രം ചെയ്യണം. പ്രിയരെ, പരമാർത്ഥമാണ്. എത്രയോ മുറികളുള്ള വീടുകളൊക്കെ എനിക്കറിയാം. പക്ഷേ ഒരു ദൈവദാസൻ രാത്രി വന്നു, ഒരു കുടുംബം രാത്രി വന്നു, അവിടോട്ട് വിടട്ടെ വേണ്ട, ഇവിടോട്ട് വിടട്ടെ വേണ്ട, കാരണം അവർക്കത് ബുദ്ധിമുട്ടാവും. എന്നാൽ നമുക്കറിയാം, മുറി കുറവുള്ള വീടാണെങ്കിലും രാത്രി വിളിച്ചിട്ട് പറയുന്നുണ്ട് ഒരാൾ വരുന്നുണ്ട്. നമുക്കറിയാം അവർ പിള്ളേരെ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ഇവർ പുറത്ത് കിടന്നാണെങ്കിലും അവരെ അകത്ത് കിടത്തും. അത് മുറിയുടെ വലിപ്പം കൊണ്ടല്ല, മനസ്സിൻ്റെ വലിപ്പം കൊണ്ട്. മുറിക്ക് വലിപ്പം ഉണ്ടായതുകൊണ്ടോ, വീട് വലിപ്പം ഉണ്ടായതുകൊണ്ടോ, കാറിന് വലിപ്പം ഉണ്ടായതുകൊണ്ടോ, വലിയ കാറുകളുള്ളതുകൊണ്ട് നമ്മൾ വിളിക്കത്തില്ല. എന്നാൽ ചില നമ്മൾ വിളിച്ചു വേണം, ഇന്ന റെയിൽവേ സ്റ്റേഷൻ വന്നിപ്പോൾ പെട്ടെന്ന് പോയി എടുത്തോണ്ട് പോകാം, ഒരു അത്യാവശ്യമുണ്ട്, ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാറിൻ്റെ വലിപ്പം കൊണ്ടല്ല, മനസ്സിൻ്റെ വലിപ്പം കൊണ്ടാണ്. എത്ര പേർ ദൈവത്തോട് ഇന്ന് പകലിൽ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ മനസ്സൊന്ന് വലിപ്പപ്പെട്ടിട്ട് എൻ്റെ ദൈവസഭയ്ക്ക് എനിക്ക് ഒരു കൊച്ചായുസല്ലേ, ഈ ഒരു 29,000 ദിവസമുള്ളൊരു കൊച്ചായുസ്, ഈ കൊച്ചായുസിൽ എന്നെ ദൈവം ഓർക്കണം, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കണം. അതാണ് വരം, സഹായം ചെയ്യാനുള്ള വരം. എൻ്റെ കർത്താവ് എന്നെ ഓർക്കണം, എൻ്റെ കുടുംബത്തിനായിരിക്കണം ആദ്യത്തെ കോൾ വരുന്നത്. അങ്ങനെ ഒരു മത്സരബുദ്ധിയോടെ ആരോഗ്യപരമായൊരു മത്സരത്തോടെ കർത്താവെ എന്നെ ഓർക്കത്തക്കവണ്ണം എനിക്കൊരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് തരണമേ എന്ന് പകലിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു വരത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. എന്നെ ഓർക്കണം. എൻ്റേതെല്ലാം ആർക്ക് വേണ്ടി കൂടാ? എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്ക് വേണ്ടി കൂടാ? ദൈവസഭയ്ക്ക് വേണ്ടി കൂടാ. മനസ്സിലാകുന്നുണ്ടോ? എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്ക് വേണ്ടി കൂടാ? ദൈവസഭയ്ക്ക്. എനിക്കൊരു വലിയ വീടുണ്ട്, 5 മുറിയുണ്ട്, ഞങ്ങൾ 3 പേരുണ്ട്, 2 മുറി ആർക്ക് വേണ്ടി കൂടാ? പ്രിയപ്പെട്ടവരെ, പാവം പിടിച്ച ഒരു വീട് പണിയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് 1 മുറി എക്സ്ട്രാ പണിതിടുന്നത്. ആർക്കാണെന്നറിയാമോ? കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി. വലിയ കാശുണ്ടായിട്ടില്ല, അവർ 1 മുറി എക്സ്ട്രാ പിടിച്ച്. ഞാൻ പലരെ കണ്ടു, പുറത്തൂടെ കയറാവുന്ന പോലെ സ്റ്റെയർ കേസൊക്കെ പിടിപ്പിച്ച് 1 മുറി. എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റേ 1 മുറി പണിതിട്ടിട്ടുണ്ട്, താക്കോലും തന്നേക്കാം, ആരെ വന്നാലും വിട്ടുകൊണ്ട് താമസിപ്പിച്ചു. ബോധ്യമാണ്. ദൈവമേ, ഞാൻ എന്തിനാണ്? എന്നെ ഓർക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊന്ന് പ്രാർത്ഥിച്ച് എന്നെ ഓർക്കാൻ ഇന്ന് രാത്രി, ഈ പകൽ എന്നെ അതിനു വേണ്ടി സമർപ്പിക്കാം. എന്നെ ഓർക്കണം എൻ്റെ കർത്താവിൻ്റെ ദാസൻ എന്നെ ഓർക്കുമ്പോൾ, കർത്തവേലക്കാർ എന്നെ ആദ്യം ഓർക്കുമ്പോൾ, ഉത്തരവാദിത്തപ്പെട്ടവർ എന്നെ ഓർക്കുമ്പോൾ, അത് തെളിവാണ്. നിനക്ക് ഈ വരം കിട്ടിയതിൻ്റെ തെളിവാണ്. എന്ത് വരം? സഹായം ചെയ്യാനുള്ള വരം. 2, കർത്താവ് ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുക. എനിക്ക് വേണ്ടി ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി. ഉറങ്ങുമ്പോൾ പോലും പൗലോസ് പറയുന്നൊരു വാക്യമുണ്ട്, അനേക സഭകളെക്കുറിച്ചുള്ള ചിന്താഭാരത്താൽ ഉറക്കത്തിൽ പോലും ഇങ്ങനെ ജാഗരിച്ചുകൊണ്ട് കിടക്കും. അവരെ കുറച്ചുകൂടെ നോർത്ത് പ്രാർത്ഥിക്കാൻ ഈ 2 കാര്യം. അവരെന്നെ ഓർക്കണം, ഞാൻ അവരെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. വലിയ കാര്യം പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാനൊരു എളിയ ദൈവദാസൻ. ഞാൻ കണ്ട ഏറ്റവും വലിയ ലാക്ക് പണത്തെക്കാളപ്പുറം, കെട്ടിടത്തെക്കാളപ്പുറം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞതാണ് ദൈവസഭയുടെ ഏറ്റവും വലിയ അപകടം. ഒത്തിരി പേരിങ്ങനെ ആദ്യം ഇറങ്ങി ഊണും ഉറക്കമില്ലാതൊക്കെ പോകുമ്പോൾ പല്ലും വഴിയിൽ തളർന്നു പോകുന്നത് അവരെ ഇങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ആളിൻ്റെ എണ്ണം കുറയും. ആളിൻ്റെ എണ്ണം കൂടുന്നുണ്ട്, പക്ഷെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എണ്ണം കുറയുന്നു. ഇന്ന് രാത്രി ഈ പകൽ ആ എണ്ണം വർദ്ധിക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. 2 ഓൾട്ടർ കോഡുകൾ. 1, എന്നെ ഓർക്കണം. ഏതാവശ്യത്തിലും എന്നെ ഓർക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ ഓർത്തിട്ടുണ്ട്, രാത്രിയിലൊക്കെ പാതിരാത്രിക്ക് വന്ന് കിടക്കുമ്പോൾ വിളി വരും, കർത്താവ് ഈ കഷ്ടകാലം എന്നെ മാത്രം എന്തിനാണ് വിളിക്കുന്നത്? അപ്പം കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നിന്നെ എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് നിന്നെ ഇങ്ങനെ വിളിക്കുന്നത്. നിനക്ക് നിന്നെക്കുറിച്ചൊരു ബോധ്യമില്ലെങ്കിലും എനിക്ക് നിന്നെക്കുറിച്ചൊരു ബോധ്യമുണ്ട്. ആ വിളി നിനക്ക് ഭാരമാകത്തില്ലെന്നൊരു ചിന്ത എനിക്ക് നിന്നെക്കുറിച്ച് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ തോന്നുന്നുണ്ട്, 10 പൈസ കൈ വന്ന അപ്പം വിളി വരും. ഒരു സാധനം മേടിക്കാൻ വെക്കുമ്പോഴാണ് വിളി വരുന്നത്. കഷ്ടകാലമല്ല, ഭാഗ്യകാലം. തമ്പുരാനിങ്ങനെ ഓർക്കുക. അതിനൊരു ഭാഗ്യമായിട്ട് കണ്ടാലും ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇല്ല. അപ്പം നമുക്ക് ചിലപ്പോൾ അടിപൊളിയൊന്നും നടന്നു വരത്തില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ ചിലതൊക്കെ ഒന്ന് വിലങ്ങിന്ന് വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആവശ്യമൊന്നും മുടങ്ങാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിലിങ്ങനെ തുറക്കും. എന്നെ ഓർക്കണം. അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ആഗ്രഹം എന്നെക്കുറിച്ച് എൻ്റെ ദൈവദാസന് തോന്നണം. അങ്ങനെ ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, അങ്ങനെ ഒരു 10 കുടുംബം ഉണ്ടെങ്കിൽ സഭ അങ്ങ് ആരോഗ്യം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ചർച്ച്.
ഒരു 10 കുടുംബമെങ്കിലും വേണം. ഏത് രാത്രിയിൽ എന്താവശ്യത്തിനും തണ്ട് ധൈര്യമായിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു 10 കുടുംബം. എന്തുകൊണ്ട് വിളിച്ചു? നിങ്ങളെ ഓർത്തുകൊണ്ട് വിളിച്ചു. എൻ്റെ ദൈവദാസനെ ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. ദൈവദാസനും ദൈവദാസന്മാരെയും നമ്മുടെ കുടുംബങ്ങൾ. കാരണം അവരിങ്ങനെ ഉറക്കത്തിലും, എന്നോട് എൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞിട്ട് ഈ ഉറക്കത്തിൽ പോലും കിടന്ന് പുലമ്പൊന്നും ഭാര്യയും പിള്ളേരും അല്ല, സഭ. സ്വപ്നം കാണുമ്പോൾ സഭയാണ്. കാരണം ഇതിങ്ങനെ തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചേക്കുക ഒത്തിരി പേരെ വഹിക്കാൻ. പക്ഷെ ഈ വഹിക്കണമെങ്കിൽ ഈ തോളിൽ ഭയങ്കര ശക്തി കിട്ടണം. ആ ശക്തി ജിംനേഷ്യത്തിൽ പോയി കിട്ടുന്ന ശക്തിയല്ല, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് കിട്ടുന്ന ഒരു ശക്തിയാണ്. ആ തോളിന് ശക്തി ഉണ്ടായാൽ അതിനകത്ത് നമ്മളും കാണും. കർത്താവേ, അവർക്ക് തോളിന് ശക്തി കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കും. 2, ഒരാവശ്യം ഉണ്ടായാൽ എന്നെ ആദ്യം ഓർക്കണം.